കർത്താവിന് സ്തോത്രം. അല്ല 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 നമ്മൾ ഇന്ന് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്, നമ്മൾ സൂപ്പർ നാച്ചുറൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ വിഷയം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മളോടൊന്ന് പോസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മളിന്ന് ചിന്തിക്കാൻ വേണ്ടി പോകും. ഇന്ന് ഇച്ചിരി സമയം ദൈവവചനത്തിന് കൂടുതൽ മാറ്റി വെക്കാം. അത് നിങ്ങളുടെ ഓരോരുത്തരുടെ ലൈഫിലും അത് അനുഗ്രഹവും നന്മയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് തുറന്ന് ചിന്തിക്കാം. എല്ലാവരും നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രതമാക്കി ഒന്ന് ഇരുന്നേ. കാരണം ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ തുടങ്ങുമ്പം നിങ്ങളെ ഇരുത്താതിരിക്കാൻ പിശാച് ശ്രമിക്കും. കാരണം നിങ്ങളുടെ ലൈഫിൽ വിടുതൽ നടത്താൻ എന്നും ഇതേ കുറ്റി കിടന്ന് കറങ്ങണം. അതുകൊണ്ട് വലിയൊരു കാര്യമാണ് ബി ഫോക്കസ്ഡ്. ദൈവവചനം പറയാനും പഠിക്കാനും തുടങ്ങുക. നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും വലിയ നന്മയെന്ന് പറയുന്നത് ദൈവവചനം ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കാൻ. അപ്പം നമ്മുടെ ഇമോഷണല്, നമ്മുടെ കൺസേണ് എല്ലാം മാറ്റി വെക്കുക. അത് പ്രാർത്ഥിക്കാനിരിക്കുമ്പോഴായിരിക്കും നമുക്ക് പാട്ട് പാടണമെന്ന് തോന്നുന്നത്. പാട്ട് പാടണമെന്നിരിക്കുമ്പോഴായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കണമെന്ന് തോന്നുന്നത്. അന്നേരമായിരിക്കും നമുക്ക് ബൈബിൾ വായിക്കണമെന്ന് തോന്നുന്നത്. ഞാൻ ഈ യാത്ര ചെയ്യുന്നതുകൊണ്ട് പലരെയും കാണാറുണ്ട്. നമുക്കൊരു വാക്യം എടുക്കാം, അന്നേരം ഇവർ ബൈബിൾ തുറന്ന അധ്യായം മൊത്തം വായിക്കാൻ. ഞാൻ അന്നേരം തമാശനെ ചോദിക്കാറുണ്ട്, ഈ പുസ്തകം തന്നെയല്ല നിന്റെ വീട്ടിലുള്ളത്, പക്ഷെ അന്നേരം എന്താ വായിക്കാത്ത? ഇല്ല. അന്നേരം പുള്ളിക്ക് ഈ അധ്യായങ്ങളുടെ ബാക്കിയെല്ലാം പഠിക്കണം. ഈ പുസ്തകം വീട്ടിലുണ്ട്, തുറക്കത്തില്ല. പക്ഷെ ഇതുകൊണ്ട് ബി ഫോക്കസ്ഡ്. നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹിക്കപ്പെടണോ പെയിൻഫുള്ളി ബി ഫോക്കസ്ഡ്. അതുകൊണ്ട് ഈ വിഷയം ഞാൻ പറയുന്ന അത്ര തീവ്രമായിട്ടൊരു വിഷയമാണ്. അത് ഗ്രഹിക്കേണ്ടതുപോലെ ഗ്രഹിക്കണം. നമുക്ക് അതിനാധാരമായിട്ട് 1-2 വാക്യങ്ങൾ വായിച്ചിട്ടുള്ളൂ. 1-2 വാക്യം. എസ്തേറിൻ്റെ പുസ്തകത്തിലോട്ട് വരാം. എസ്തേറിൻ്റെ പുസ്തകം അതിൻ്റെ എസ്തേറിൻ്റെ പുസ്തകം 2-ാം അധ്യായം, 2-3 അധ്യായങ്ങൾ നോക്കി. 3-ാം അധ്യായം, 3 ഒന്നുകൂടെ നോക്കിക്കോട്ടെ. ഓക്കെ, അല്ല 3 അല്ല, 4-ാം അധ്യായം 12 തൊട്ട് വായിച്ച് 12, 13, 14 ഈ വാക്യങ്ങളെല്ലാം വായിച്ച്. നിങ്ങൾ ഈ വേർഡ് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. എസ്തേറിനോട് മൊർദെഖായി പറയുന്ന ഒരു വേർഡാണ് കേട്ടോ. എസ്തേറിനോട് മൊർദെഖായി പറയുന്ന ഒരു വേർഡാണ്. നീ ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷ വേറെ എവിടുന്നെങ്കിലും വരും. ഞാൻ എന്തുവാ സാഹചര്യം എന്നൊക്കെ പറയാൻ പോവാം. യഹൂദന്മാർക്ക് രക്ഷ എവിടുന്നെങ്കിലും വരും, പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു. നീയും എന്തിനാ ഈ വേർഡ് പറയുന്നത്? നീയും നിന്റെ പിതൃഭവനം നശിച്ചു. ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യാനുള്ളൊരു സീസണുണ്ട്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സീസണുണ്ട്. ആ സീസൺ നിങ്ങൾ തിരിച്ചറിഞ്ഞേ പറ്റൂ. ദൈവവചനം ഇച്ചിരി സീരിയസാണ്. അങ്ങ് സിംപ്ലിഫൈ ചെയ്ത് വളരെ ലളിതമാക്കി നോ. ദൈവവചനം നിങ്ങളുടെ ലൈഫിൻ്റെ പ്രിൻസിപ്പിളാണ്. ആണോ? നമ്മൾ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ രാജ്യമായതുകൊണ്ട് എന്തും നമുക്ക് നിയമങ്ങൾ ഒന്നും ബാധകമല്ല. നമുക്ക് എങ്ങനെ വേണമെങ്കിലും പോവാം. ഇങ്ങനെ ആരെങ്കിലും പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അവൻ റെസ്പോൺസിബിൾ സിറ്റിസൺ അല്ല. ആണോ? അല്ല. ദൈവവചനത്തോട് കൊടുക്കേണ്ട അഡ്രസ്സും ബഹുമാനവും എല്ലാം കൊടുത്തോണം. നിങ്ങളെ ഉയർത്തുന്നത് അതാ നിങ്ങളെ ഉയർത്തുന്നത്. അപ്പം ഒരു സീസണുണ്ട് ദൈവമക്കളിന്. ആ സീസണിൽ പ്രവർത്തിപ്പാൻ വേണ്ടി നോക്കിക്കോണം. എസ്തേർ പറയുക, ഈ കാലത്തേക്കല്ലയോ, അല്ല മൊർദെഖായി പറയുക, ഈ കാലത്തേക്കിന് വേണ്ടിയിട്ടല്ലയോ നിങ്ങളെ രാജധാനിയിൽ കൊണ്ടുവന്നതെന്ന് ആർക്കറിയാം എസ്തേറെ? ഇപ്പം നീ മിണ്ടാതിരുന്ന നീയും നിന്റെ പിതൃഭവനം നശിച്ചു. യഹൂദന്മാർക്ക് രക്ഷ വേറെ എവിടുന്നെങ്കിലും വരും, പക്ഷെ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു. ഈ കാലത്തേക്കിനല്ലയോ നിന്നെ രാജസന്നിധിയിൽ ഇരുത്തിയെന്ന് ആർക്കറിയാം? ഈ വിഷയം പറഞ്ഞു നമ്മൾ ചിന്തിക്കാൻ പോവാ. നീയും നിന്റെ കുലവും നശിച്ചു പോകുന്നു. എന്തിന്? മൊർദെഖായി പറഞ്ഞു. മൊർദെഖായും ആ കുലത്തിലുള്ളതാണ്. രണ്ടാമത്തെ വേർഡ് നമ്മൾ ചിന്തിക്കാൻ പോവാ. ഒരു ഫീസ്റ്റ് നടക്കുന്ന ഫീസ്റ്റ് എന്നുള്ളത് അത് ഫീസ്റ്റ് ആക്കി മാറ്റിയതാണ്. ഒരു വിലാപം
അതിനെ ഫീസ്റ്റാക്കി മാറ്റി കേട്ടോ. ആ ഫീസ്റ്റ് വരുന്നത് എന്നാൽ ഞാൻ അതൊക്കെ ഒന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോവാം. കുറച്ച് കണക്കുകളും കാര്യങ്ങളും ഒക്കെ ദൈവമക്കളോട് കൂടെ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. നമുക്ക് നോക്കാം, ഒന്ന് മുന്നോട്ട് വരാം. ഒരു യഹൂദന്മാരുടെ ഒരു ഫീസ്റ്റ് നടക്കുന്നത് ആബീബല്ല, ആധാർ മാസം. ആധാർ എന്ന് പറയുന്ന ഒരു മാസം, ഇത് 12ാമത്തെ മാസമാണ് കേട്ടോ. 12ാമത്തെ യഹൂദന്മാരുടെ കണക്ക് പ്രകാരം 12ാം മാസം. 12ാം മാസം 13ാം തീയതി ഒരു വലിയൊരു വംശഹത്യ നടക്കാൻ പോവാ, ഒരു ജെനിസൈഡ് നടത്താൻ പോവാ. എവിടെ തൊട്ട് എവിടെ വരെയാ? 127 സംസ്ഥാനങ്ങളിൽ, രാജ്യത്ത് യഹൂദന്മാർ ആ രാജ്യത്തുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ആബാല വൃത്തം എണ്ണത്തെ, കുഞ്ഞുങ്ങൾ, പുരുഷന്മാർ, സ്ത്രീകൾ, മാതാപിതാക്കൾ, മൊത്തം എണ്ണത്തെ ഒറ്റ ദിവസം കൊണ്ട് തൂത്തുപറക്കി കൊല്ലാൻ പോവാ. ഏത് ദിവസമോ? ആധാർ മാസം 13ാം തീയതി എന്ന് നിയമം എഴുതി കൊന്നേക്കാൻ ഒറ്റ ദിവസം കൊണ്ട് മുടിച്ചു കളയാം. ഒറ്റ ദിവസം കൊണ്ട് അതിനുവേണ്ടി നിയമം എഴുതി. ആ നിയമത്തെ മാറ്റുന്ന ഒരു ഉപവാസം എസ്തേർ മൊർദെഖായി എടുക്കുക, യഹൂദന്മാരെടുക്കുക. അന്ന് 13ാം തീയതി വന്നു. 12ാം മാസം 13ാം തീയതി വന്നു കേട്ടോ. ഇതിപ്പോ ഞാൻ പറയാൻ പോകുന്നത് ആബീബ് മാസം. ആബീബ് എന്ന് പറയുന്ന മാസം എന്ന് പറയുന്ന 1ാം മാസമാണ്. 1ാം മാസത്തിൽ നടക്കുന്ന ചരിത്രം. 1ാം മാസം തന്നെ രേഖ തിരുത്താൻ പോവാ. 1ാം മാസം തന്നെ കാര്യങ്ങളെ തിരിച്ചു പറയാൻ പോവാ. 12ാം മാസം 13ാം തീയതി കൊല്ലുന്ന കാര്യത്തിനെ കുറിച്ച് ഒറ്റ ദിവസം കൊല്ലാൻ വേണ്ടി പോവാ. അന്ന് യഹൂദന്മാരെല്ലാം കൂടെ അപ്പോഴത്തേന് കാര്യങ്ങളെല്ലാം തിരിച്ചു മറിഞ്ഞ്, ഞാൻ ഡീറ്റെയിൽ എല്ലാം പറയാം. കാര്യങ്ങളെല്ലാം തിരിച്ചു മറിഞ്ഞ് എന്തു പറ്റിയെന്നറിയാമോ? യഹൂദന്മാര് ഈ മാസം 12ാം മാസം എത്തിയപ്പോഴത്തേന്, 13ാം തീയതി എത്തിയപ്പോഴത്തേന് യഹൂദന്മാർ പ്രബലപ്പെട്ട് മൊത്തം 127 സംസ്ഥാനങ്ങളിലുമുള്ള മൊത്തം ഒരു വംശത്തെ തുടച്ചു കളഞ്ഞു. ഒരു വംശത്തെ, ആ വംശത്തെ തുടച്ചു കളയാൻ അന്ന് ഒരു ദിവസം മാത്രം 13ാം തീയതി യഹൂദന്മാർ കൊന്നുകളഞ്ഞത് 75,000 പേരെ. ശൂഷൻ രാജധാനിയിൽ മാത്രം ഒത്തിരി എണ്ണത്തെ കൊന്നുകളഞ്ഞു. അപ്പൊ ഈ എസ്തേർ അപ്പോഴത്തേന് ക്യൂനായി. എസ്തേറും മൊർദെഖായി എപ്പോഴത്തേനും പ്രൊമോഷനൊക്കെ കിട്ടി. മൊർദെഖായി എസ്തേറും കൂടെ രണ്ടുപേരും കൂടെ രാജാവിന്റെ അടുക്ക ചെന്ന് ചോദിച്ചു. രാജാവ് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ആൾക്കാര് ഇത്രയും എണ്ണത്തെ കൊന്നു, ഇനി നിങ്ങൾക്ക് എന്തു വേണം? ഇനി എന്തു വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ചെയ്യാം എന്ന് പറയുന്ന ഉടനെ എസ്തേർ മൊർദെഖായും കൂടെ ആലോചിച്ചിട്ട്, രണ്ടുപേരും കൂടെ ആലോചിച്ചിട്ട് പറയുന്നത് വേർഡെന്ന് അറിയാമോ? ഞങ്ങൾക്ക് ഇന്നലെ ചെയ്തതുപോലെ ഇന്നും കൂടെ ശത്രുവിനെ കൊന്നുമുടിക്കാൻ ഒരു അവസരം തരണോ? എന്തിനാ 2 ദിവസം ചോദിച്ചു? ഇന്നലെ ചെയ്തതുപോലെ ഇന്നും കൂടെ ഞങ്ങൾക്ക് കൊന്നുമുടിക്കാൻ ഒരു അവസരം. രാജാവ് ചോദിച്ചാൽ ഓൾറെഡി നിങ്ങൾ 75,000 പേരെ കൊന്നു, ആ ജാതിയെ കൊന്നു. ഇപ്പം പിന്നെ എന്തിനാ ഒരു ദിവസം കൂടെ തരണമെന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ ഒരു ദിവസം കൂടെ ചോദിച്ചു. രാജാവ് കൊടുത്തു. അങ്ങനെ 2ാമത്തെ ദിവസം 13ാം തീയതി 14ാം തീയതി യഹൂദന്മാര്, 14ാം തീയതിയാണ് പൂരീം ഫീസ്റ്റ് ഇട്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിരുന്നത്. അത് 14ാം തീയതിയും കൂടെ കാര്യങ്ങൾ അവരുടെ നേരെ തിരിഞ്ഞു. ആരുടെ നേരെ? ശത്രുവിന് നേരെ തിരിഞ്ഞു. ഈ 2 ദിവസം ചോദിച്ചു. 2 ദിവസം അവർ ചോദിച്ചു. യഹൂദന്മാർക്കുടെ കൂട്ടത്തിൽ ഇന്ന് ആ ഫീസ്റ്റ് അവർ സെലിബ്രേറ്റ് ചെയ്യുക. ഈ മാസം അവർ സെലിബ്രേറ്റ് ചെയ്യുക. ഈ മാസം പൂരീം ഫീസ്റ്റിന്റെ മാസം. ഇത് 12ാം മാസം. നമുക്ക് 2ാം മാസമാണ്. നമ്മുടെ സോളാർ കലണ്ടറിൽ ഫെബ്രുവരിയാണ്, 2ാം മാസമാണ്. യഹൂദന്മാരുടെ ലൂണാർ കലണ്ടറിൽ ഇപ്പൊ എത്രാം മാസമാ? 12ാം മാസം. കിട്ടുന്നുണ്ടോ? യഹൂദന്മാരുടെ ലൂണാർ കലണ്ടറിൽ എത്രാം മാസം? 12ാം. നമുക്ക് സോളാർ കലണ്ടറിൽ ഇപ്പൊ എത്രാം മാസമാ? 2ാം മാസം. ഈ മാസം ആബീബ് മാസമാണ്. മാർച്ചിന്റെ കുറച്ചും കൂടെ പോവും കേട്ടോ. ഫെബ്രുവരി, മാർച്ചിന്റെ കുറച്ചും കൂടെ പോവും. എനിക്ക് തോന്നി ഇത് 5 ആധാർ മാസം 5 or 6 എങ്ങാണ്ട് ഡേറ്റ് ഇന്ന്. ഇനി അടുത്ത കുറച്ച് ദിവസം കൂടെ പോകും. നിങ്ങൾ ഇനി ശ്രദ്ധിച്ചു, എന്തിനാണ് 2 ദിവസം പൂരീം ഫീസ്റ്റ് സെലിബ്രേറ്റ് ചെയ്തത്? എന്തിനാണ് ഇത് ചോദിച്ചത്? എന്തിനാണ് ഈ 2 ദിവസം കൊന്നു കളയാൻ ചോദിച്ചത്? എന്തിനാണ് മൊർദെഖായി പറയുന്നത് ഇപ്പം നീ മിണ്ടാതിരിക്കല്ലേ? ഇപ്പം നീ മിണ്ടാതിരുന്നാൽ നീയും നിന്റെ കുലവും നശിച്ചു. ഈ വിഷയങ്ങൾ നമ്മളൊന്ന് കാണാൻ പോകും. സോ ഡെപ്താ. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉള്ളവർക്ക് ഇത് ആവശ്യമുണ്ടോ? ഉണ്ട്. ന്യൂ ടെസ്റ്റ്മെന്റിൽ ഉള്ളവർക്ക് ഇത് ഭയങ്കര ആവശ്യമാണ്. ഇതാദ്യമേ ഇതിന്റെ അടിസ്ഥാനം പഠിച്ചിട്ട് വേണം ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് കയറാൻ.
ഇല്ല, നമ്മൾ കർത്താവിൻ്റെ അകത്ത് വന്നപ്പം നമ്മുടെ ലൈഫിൽ ഇതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ട്. പക്ഷെ ഇവിടോട്ട് പറയണമെങ്കിൽ ഇവിടെ പറഞ്ഞിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ മണ്ടയ്ക്ക് കൊണ്ടുവന്ന് വളം വെക്കാനല്ല ബൈബിൾ പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ബൈബിളല്ല ചരിത്രം നമുക്ക് പഠിച്ചേക്കുന്നത്. കതിരി കൊണ്ട് വളം വെക്കാനല്ല പറഞ്ഞേക്കുന്നത്. എവിടെ തൊട്ട് വളം വെച്ച് പറഞ്ഞാൽ ആദ്യമേ തന്നെ റൂട്ട് തൊട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് വന്നെങ്കിലേ ഫലം ഉള്ളതിനകത്ത് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാനും പ്രയോജനപ്പെടുത്തും. നമ്മൾ ഇവിടുന്ന് നേരെ നമ്മൾ എങ്ങോട്ട് പോകുന്നറിയാമോ? നിങ്ങൾ ഇനി കേട്ടോണം, ഇനി നിങ്ങൾ മനസ്സിലാക്കിക്കോണം. വേണ്ട, ഇവിടുത്തേനെക്കാട്ടിലും ഒരു 1500 വർഷം ഇതിനകത്ത് നിൽക്കട്ടെ. ഇവിടെ നമുക്ക് എഴുതാം. ഓക്കെ, ഇതിനെക്കാട്ടിൽ നമുക്ക് ഇവിടെ നമുക്ക് എഴുതാനും പഠിക്കാനും ഒക്കെ സമയം എടുക്കാം. ഓക്കെ, ശ്രദ്ധിച്ചു. ഇപ്പം ഈ എസ്തേറിന്റെ ചരിത്രം പറയുന്നത്, അഹശ്വേരോഷ് രാജാവിന്റെ, ഞാൻ അഹശ്വേരോഷ് എന്ന് സ്പെല്ലിംഗ് എഴുതിയ തെറ്റിപ്പോ അതുകൊണ്ട് ഏന്ന് മാത്രം ഇടുക. അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 486 തൊട്ട് 464 വരെ BC. കേൾക്കുന്നുണ്ടോ? അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടം എവിടെ വരെയാ? കാണാമോ നിങ്ങൾക്ക്? ഇത് കാണാമോ? കാണത്തില്ല, എഴുതിയേക്കുന്നത് കാണത്തില്ല. ഓക്കെ, 486 തൊട്ട് ഞാൻ ഒന്നും കൂടെ അത് എഴുതാം. അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഈ ലെറ്റർ കാണാമോ? അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് 1 മിനിറ്റ്. അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് BC 486 തൊട്ട് 464 വരെ. അതാണ് അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടം. കേട്ടോ, ഈ അഹശ്വേരോഷ് രാജാവിന്റെ കാലഘട്ടം ഇത് എവിടെ തൊട്ട് എവിടെ വരെയാ? ഇസ്രായേൽ മക്കൾ എവിടെയാ ഇപ്പോൾ ഉള്ളത്? ശൂഷൻ രാജധാനി, അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ, നിങ്ങളുടെ കണക്ക് പറഞ്ഞിട്ടുണ്ട്, BC 606, 2 596, 3 586 ഇവരെ ബാബിലോണിയ രാജാവ് ബാബിലോണിലോട്ട് പിടിച്ചോണ്ട് പോയി. 3 സമയത്താണ് പിടിച്ചോണ്ട് പോകുന്നത്. എന്നൊക്കെയാ പിടിച്ചോണ്ട് പോകുന്നേ? നിങ്ങൾ പറഞ്ഞേ 600. ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഡിജിറ്റൽ ബോർഡ് വെച്ച് പഠിപ്പിക്കുന്ന, എനിക്ക് തോന്നുന്നില്ല ബാംഗ്ലൂർ സിറ്റിയിൽ ഒരു ചർച്ച് വേറെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ദൈവവചനം നിങ്ങൾക്ക് ഡീപ്പിൽ കാണാമായിരിക്കാം. വരട്ടെ, പുതിയ ഒത്തിരി ചർച്ചുകൾ വരട്ടെ ഡീപ്പിൽ. ദൈവവചനം ഡീപ്പിൽ പഠിക്കാൻ നിങ്ങൾക്ക് വരുന്ന അവസരം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഇത് നിങ്ങളുടെ ലൈഫിൽ അനുഗ്രഹമായിരിക്കും. ചുമ്മാതെ സർഫേസിൽ കൂടെ നിന്ന് ഒരു വാക്കിയെടുത്ത് ബഹളം ഉണ്ടാക്കി പറഞ്ഞിട്ട് നിങ്ങളെ എന്തോ സൺഡേ ആരാധന കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഉയർച്ച നടക്കത്തില്ല. കേട്ടോ, ഞാൻ എല്ലാ ആഴ്ചയിലും പറയുന്നതാ, കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുമ്പം മാത്സ് ടീച്ചർ വന്നിട്ട് മാത്സ് പ്രസംഗിച്ചിട്ട് പോയാൽ കടയിൽ വിടുമ്പോൾ കൊച്ചുങ്ങൾ വായ വിളിച്ചിരിക്കുക എന്തുവാണ്. ലൈഫ് ലോങ് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അറിയാമോ? അറിയത്തില്ല. പക്ഷെ മാത്സ് പഠിപ്പിച്ചാലോ? എങ്ങനെയാണ് ട്രാൻസാക്ഷൻ? 500 രൂപ കൊണ്ട് കൊടുത്തു, ബാക്കി മേടിക്കണം. എല്ലാം ട്രാൻസാക്ഷൻ അല്ലേ, പഠിപ്പിക്കണം. പ്ലസ് മൈനസ് അല്ലെ, ഡിവൈഡ് ചെയ്യുന്നതും ആഡ് ചെയ്യുന്നതും എവറിതിങ്, എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചാലേ പറ്റത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ ദൈവവചനം പഠിക്കുക. മടങ്ങി വരാം. BC 606 കൊണ്ടുപോയി ബാബിലോണിൽ ചെന്നിട്ട് നെബൂഖദ്നേസർ രാജാവിന്റെ അത് മരിച്ചു. അതിനുശേഷം കോരശ് BC 536 തിരിച്ചു പോകാൻ പെർമിഷൻ കൊടുത്തു. ആര് പെർമിഷൻ കൊടുത്തു? കോരശ് പെർമിഷൻ കൊടുത്തിട്ട് അന്ന് വന്നവരാണ് സെരുബാബേലിന്റെ നേതൃത്വത്തിൽ 50,000 ആൾക്കാർ വന്നു. 50,000 ആൾക്കാർ വന്നു. എന്നിട്ടും മടങ്ങിപ്പോകാതിരുന്ന ജനം ഇവിടെ കിടക്കുക. എവിടെ കിടക്കുക? ഇവിടെ കിടക്കുക. എത്ര ജനം ഉണ്ടെന്നറിയാമോ? അല്ലെ, 127 സംസ്ഥാനങ്ങൾ. എവിടെ തൊട്ട് എവിടെ വരെയാ? ഇന്ത്യ തൊട്ട്, ഇന്ത്യ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ വരെ ഉണ്ടായിരുന്നു അന്ന്. ഹിന്ദു ദേശം എന്ന ബൈബിൾ പറഞ്ഞേക്കുന്നത്. അവിടം തൊട്ട് ഇങ്ങ് കൂഷ് ദേശം വരെ, ആഫ്രിക്ക വരെ, ഇത്രേ 127 സംസ്ഥാനങ്ങളിൽ ചിതറിക്കിടക്കുന്ന ഈ യഹൂദന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ദൈവം എസ്തേറിനെ എഴുന്നേൽപ്പിക്കുന്നത്. കേൾക്കുന്നുണ്ടോ? പോകാൻ പെർമിഷൻ കൊടുത്തിട്ടും പോകാതിരുന്ന അവരുടെ രാജ്യത്തുണ്ടായിരുന്ന യഹൂദന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം ആരെ എഴുന്നേൽപ്പിച്ചത്? പറഞ്ഞേ, മൊർദെഖായിയെ എസ്തേറിനെ എഴുന്നേൽപ്പിച്ചത്. നിങ്ങൾ പറയുകൂടെ ചെയ്താണ് കേട്ടോ. മൊർദെഖായിയെ എസ്തേറിനെ എഴുന്നേൽപ്പിച്ചത്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം,
ദൈവത്തിന്റെ ജനത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ ദൈവം ഏത് കാലത്തും പ്രവർത്തിക്കും കേട്ടോ. ദൈവത്തിനറിയാം ഹാമാൻ എന്ന് പറഞ്ഞൊരു പുള്ളി വരും. ഓക്കെ, എസ്തറിനെ ക്യൂനാക്കി. എസ്തർ ക്യൂനാകുന്നത്, ആ ചരിത്രങ്ങൾ ഞാൻ വേറെ സമയത്ത് പറയാം. എസ്തർ ക്യൂനാകുന്നത് BC 480 കേട്ടോ. എന്നാ ക്യൂനാകുന്നേ? ഏകദേശം BC 480 എസ്തർ ക്യൂനായി. എസ്തർ ക്യൂനായി കാര്യങ്ങളെല്ലാമായി. മൊർദെഖായി ഗേറ്റ് കീപ്പറാ, വാതുക്ക നിൽക്കുക. എസ്തറിന്റെ ക്യൂനാകുന്നത് അഹശ്വേരോശ് രാജാവിന്റെ 7ാം ആണ്ടെന്നാ പറയുന്നത്. 7ാം ആണ്ട്. 10ാം ആണ്ട് എത്തിയപ്പോഴത്തേന് ഹാമാന് സ്ഥാനക്കയറ്റം കൊടുത്തു. ഹാമാൻ എന്ന് പറഞ്ഞൊരു പുള്ളി. ഹാമാന്റെ ജീനിയോളജി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഹാമാൻ ആഗാഗ്യനായ ഹമദയുടെ മകനായ ഹാമാൻ. ഒന്ന് വായിക്കാമോ അത്? എസ്തറിന്റെ പുസ്തകം, എസ്തറിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം അധ്യായം 1-ാം വാക്യം. അനന്തരം അഹശ്വേരോശ് രാജാവ് ആഗാഗ്യനായ ഹമദായുടെ മകൻ ഹാമാന് കയറ്റവും ഉന്നത പദവിയും കൊടുത്തു. അവന്റെ ജീനിയോളജി പറയുന്നത് എന്തുവാ പറഞ്ഞോ? ആഗാഗ്. ഹാമാന്റെ ജീനിയോളജി പറയുന്നത്, ഹാമാൻ എന്നുള്ള പുള്ളിയുടെ ജീനിയോളജി പറയുന്നത് ആഗാഗ് അല്ലേ? ആഗാഗ്. ആഗാഗ്യനായ ഹമദായുടെ മകൻ ആയ ഹാമാൻ. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ആഗാഗ്യനായ ഹമദയുടെ മകൻ ആഗാഗ്. ഈ ആഗാഗ് ഇവൻ എഴുന്നേറ്റു. ഇവന് സകലത്തിൽ ഉന്നത പദവി കൊടുത്തു. ഇവനെ കുറിച്ച് പറയുന്നു, ഇവൻ ഒരു ജൈന്റിന്റെ വംശത്തിലുള്ളവനായിരുന്നു. ജൈന്റിന്റെ വംശത്തിൽ. ആഗാഗ്യനായ എന്ന് പറഞ്ഞ ഇവന് ഒരു ജൈന്റിന്റെ വംശത്തിലുള്ളവനായിരുന്നു. ഇവന് എന്തു പറ്റിയെന്നറിയാമോ? യഹൂദന്മാർക്കെതിരെ ഈ പുള്ളി, ഈ ഹാമാൻ എഴുന്നേൽക്കുകയും മൊർദെഖായി തന്നെ വെളിയിൽ കൂടെ പോകുമ്പോൾ സല്യൂട്ട് അടിക്കുന്നില്ല. അതാണ് പുള്ളിയുടെ പ്രശ്നം. ബാക്കിയുള്ള എല്ലാവരും കാണുമ്പോൾ നമസ്കരിക്കുന്നു, പക്ഷെ മൊർദെഖായി തന്നെ കാണുമ്പം നമസ്കരിക്കുന്നില്ല. ഇവൻ തീരുമാനിച്ചു, ഈ മൊർദെഖായി ഏത് നാട്ടുകാരനാണ്? മനസ്സിലായി, യഹൂദനാന്ന് മനസ്സിലായി. ഇവനെ മാത്രം കൊന്നാൽ അവർക്ക് പറ്റത്തില്ല. ഈ ജാതിയെ മൊത്തം കൊന്നുകളണം. ഈ ജാതിയെ മൊത്തം. നിങ്ങൾ ഒരു കാര്യം എഴുതി വെച്ചു. നിങ്ങളുടെ ലൈഫിനകത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഒരാളോട് ദോഷം ചെയ്യാതെ ചുമ്മാതെ നിങ്ങളുടെ നേരെ ഒരാൾ തിരിയുന്നുണ്ടെങ്കിൽ ഓർത്തോ, ആ പുള്ളിയുടെ അകത്ത് അസൂയ എന്ന് പറയുന്ന ഒരു പ്രശ്നം കിടപ്പുണ്ട്. ഒരു കാര്യവുമില്ലാതെ നിങ്ങൾ അവരെ ഉപദ്രവിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങളുടെ നേരെ നിങ്ങളെ കാണുമ്പോൾ എന്തുവാ ബുദ്ധിമുട്ടാണ്. നിങ്ങളെ കാണുമ്പം 2 എണ്ണം പറയണമെന്ന് തോന്നുക, നിങ്ങളെ പുട്ട് ഡൗൺ ചെയ്യണമെന്ന് തോന്നുക, നിങ്ങളെ കാണുമ്പം എന്തെങ്കിലും ഉപദ്രവിക്കണമെന്ന് തോന്നുക, നഷ്ടം വരുത്തണമെന്ന് തോന്നുക, നിങ്ങളുടെ വേദന കണ്ട് സന്തോഷിക്കണമെന്ന് തോന്നുക, നിങ്ങൾ എന്നും താഴേക്കിടയിൽ കിടക്കണമെന്ന് തോന്നുക. ഇതൊക്കെ തോന്നുന്നിടത്തോ ഇവന്റെ അകത്ത് വ്യാപരിക്കുന്ന ദുരാത്മാവാണ്. പ്രത്യേകിച്ച് സ്പിരിറ്റ് ഓഫ് ജലസി. പരിശുദ്ധാത്മാവുള്ള ഒരാൾക്ക് എപ്പോഴും ആഗ്രഹം എന്താണെന്നറിയാമോ? ആ അടുത്ത ദൈവമക്കൾ അനുഗ്രഹിക്കപ്പെടണം. അവരുടെ അനുഗ്രഹം കാണുമ്പോൾ ഇവർക്ക് അങ്ങ് സന്തോഷമാണ്. എൻ്റെ ദൈവം എത്ര നല്ലവനാ. മറ്റുള്ളവരുടെ അനുഗ്രഹം കാണുമ്പോൾ പരിശുദ്ധാത്മാവുള്ളവരാണെങ്കിൽ എന്തോ പറ്റും? സന്തോഷമോ, ഭയങ്കര സന്തോഷം. നമ്മളെ തന്നെ എടുക്കുന്ന ചോദന ചെയ്യുന്നത് നല്ലതാണ്. നമ്മുടെ കൂട്ടുകാരന്, നമ്മുടെ കൂടെ നടക്കുന്നവൻ അനുഗ്രഹിക്കപ്പെടുമ്പോൾ നമുക്ക് സന്തോഷമാണോ വരുന്നത്, അതോ നമുക്കൊരു ദീർഘശ്വാസമാണോ വരുന്നത്? ഇപ്പൊ ഒന്നും പറഞ്ഞില്ലെങ്കിലും ഒരു ദീർഘശ്വാസമാണോ വരുന്നത് എന്നൊന്ന് ചിന്തിക്കണം. നമുക്ക് മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കണം. പക്ഷെ അവൻ തീരുമാനിച്ചു, ഈ ജാതിയെ മൊത്തം മുടിച്ചു കളണം. ഈ വൈരാഗ്യം തുടങ്ങുന്നത് ഇവിടെ അല്ല മോനെ. ഈ കണക്ക് ഞാനങ്ങ് മാറ്റട്ടെ. ഇവിടെ അല്ല തുടങ്ങുന്നത്, പറയാൻ പോവാ. 1500 വർഷം, BC 1500 ഏകദേശം എന്ന് വെച്ചാൽ BC 1500 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് കാലഘട്ടം എന്ന് പറയാൻ പോവാം. എത്ര വർഷത്തെ ഗ്യാപ്പ് ഉണ്ടെന്ന് അറിയാമോ? ഇപ്പൊ എത്ര പറഞ്ഞേ? 480 അല്ലെ 86. ആ കാലഘട്ടങ്ങളിലെ സംഭവം ഞാൻ എസ്തറിന്റെ ചരിത്രം പറഞ്ഞത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? 480കളിലെ ചരിത്രമാണ് പറഞ്ഞത്. ഏകദേശം 1000 വർഷങ്ങളുടെ പുറകിൽ
എത്ര വർഷത്തിന്റെ പുറകിലുണ്ട്? 1000 വർഷങ്ങളുടെ പുറകിലുള്ള ഒരു വൈരാഗ്യം കിടക്കുക. 1000 വർഷങ്ങളുടെ പുറകിലുള്ള വൈരാഗ്യം. അതെന്തുവാന്ന് നിങ്ങളോട് പറയാൻ വേണ്ടി പോവുക. 1000 വർഷങ്ങളുടെ പുറകിലുള്ള വൈരാഗ്യം. ഇത് മനസ്സിലാക്കണം. ഇപ്പൊ എന്തുകൊണ്ടാണ് ഹാമാൻ എഴുന്നേറ്റ് വന്നേ? കിട്ടിയോ? ഹാമാൻ എഴുന്നേറ്റ് വന്നത് എന്തുകൊണ്ടാ? മൊത്തം എണ്ണത്തെ കുഞ്ഞു കുട്ടികൾ ആബാലവൃത്തം മുടിച്ചു കളയണമെന്ന് എന്താ തോന്നാനുള്ള കാരണം? സിനിയാൻറ്റി അല്ലെങ്കിൽ ഇപ്പം അഭിതാനോട് മാത്രമേ ഉള്ളൂ എനിക്ക് പ്രശ്നമെങ്കിൽ, എനിക്ക് അഭിതാനോട് മാത്രമേ, എനിക്ക് മലയാളികളെ മൊത്തം കൊല്ലണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, ദൈവമക്കളെ മൊത്തം തകർത്ത് കാണാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ ദുരാത്മാവാണ്. അത് ചില്ലറ ദുരാത്മാവല്ല. അയ്യായോട് പ്രശ്നം. അയ്യ ഏതാണ്ട് ചെയ്ത്, ഞാനും അയ്യായും കൂടെ ഏതാണ്ട് ചെയ്തു. എനിക്ക് അതുകൊണ്ട് സോളമൻ എന്ന പേരുള്ള മൊത്തം പേരോട് വാശിയായിരിക്കും. അത് പരിജ്ഞാനക്കേടാണ്. ബാബൂസാ പാളയത്തിലും ഉള്ള മൊത്തം പേരോട് വാശിയാണ്. മനസ്സിലാകുന്നുണ്ടോ? എല്ലാ തമിഴ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള എല്ലാവരോടും എനിക്ക് വാശിയാണ്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് പൈശാചികമാണ്. സ്പിരിറ്റ് ഓഫ് ജലസി, സ്പിരിറ്റ് ഓഫ് ഈഗോ. ഇതാ പ്രശ്നം. നമുക്ക് ചില കാര്യങ്ങൾ അഡ്രസ് ചെയ്യാം. എന്നോട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് പറയാം, റോയ് പാസ്റ്റർ ചെയ്തത് ഇന്നത് തെറ്റാ. അതിനർത്ഥം റോയി എന്ന് പേരുള്ള എല്ലാവരോടും ദേഷ്യപ്പെടാനല്ല, എല്ലാ പാസ്റ്റർമാരോടും ദേഷ്യപ്പെടാനല്ല. അതൊക്കെ പരിജ്ഞാനക്കേടാണ്, വിവേകമില്ലായ്മയാണ് കേട്ടോ, ഭയങ്കര വിവേകമില്ലായ്മയാണ്. നോക്കിയേ, ഈ ആമാന് തോന്നുന്നു തുറച്ചോട്ടോ, ഒറ്റയടിക്കുക, ജാതിയെ തുടച്ചു കളയുക. ആഫ്രിക്കയിലുള്ള യഹൂദന്മാർ എന്ത് ചെയ്തു? അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലുള്ള യഹൂദന്മാർ എന്ത് ചെയ്തു? ഇതുള്ളത് ഇറാഖിലാണ്. ശൂഷൻ രാജധാനി ഉള്ളത് എവിടെയാ? ബാബിലോൺ, ഇറാഖിൽ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇറാഖിൽ ഇരുന്നുകൊണ്ട് അവരെന്ത് ചെയ്തു നിന്നോട്? ഇറാഖിൽ ഇരുന്നുകൊണ്ട് നീ ചിന്തിക്കാടെ അഫ്ഗാനിസ്ഥാനിലും ഇന്ത്യയിലും ഉള്ളവർ അവർ നിന്നോട് എന്ത് ചെയ്തു? പക്ഷെ തീരുമാനിച്ചു ഇവരെ ഒരാളെ വിടത്തില്ല. ഇത് ഇറ്റേണൽ ഉയരത്തിൽ ഇവന്റെ യജമാനനുണ്ടല്ലോ, ഈ അമാലേക്കിന്റെ അല്ലെങ്കിൽ ഹാമാന്റെ യജമാനൻ, അവന്റെ വാശിയെ ഉള്ളിൽ കിടക്കുന്നത്. ഇവനെ ഒരു കരുവായിട്ട് തീർക്കുക. പല വ്യക്തികളെ കരുവാക്കി തീർക്കുന്ന, പല വ്യക്തികളെ ഇന്ന് പിശാച് ഉപയോഗിക്കുന്നത് കരുവാക്കി തീർക്കാം. ഞാൻ പറയുന്ന വേർഡ് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? പല വ്യക്തികളെ പിശാചിന്റെ കരങ്ങളിലെ കരുവ. അവൻ പിശാചിന് ചിലരെ വഴക്കുണ്ടാക്കണം, പക്ഷെ പിശാചിന് വായില്ല. പിശാചിന് കുറച്ച് പേരോട് പിശാചിന് ഫേസ്ബുക്കിനകത്ത് യൂട്യൂബിനകത്ത് കയറിയിട്ട് 2 ചീത്ത വിളിക്കണം. അതിനാരെ യൂട്യൂബ് ഉപയോഗിക്കുന്ന മനുഷ്യനെ അവന്റെ കയ്യിൽ ഏജന്റുമാരെ വേണം. പിശാചിന് എന്നിട്ട് കള്ളു കുടിക്കണം, വായില്ല പിശാചിന്, പക്ഷെ മനുഷ്യന്റെ വാ വേണം. പിശാചിന് 2 കള്ളത്തരം പറയണം, 2 ചീത്ത വിളിക്കണം, പക്ഷെ വായില്ല. ആരെങ്കിലും 2 ചീത്ത വിളിക്കണമെങ്കിൽ സോളമനെയായ 2 ചീത്ത വിളിക്കണം, പക്ഷെ പിശാചിന് അങ്ങ് വാശിയ. പിശാചിന് വിളിക്കാൻ പറ്റത്തില്ല. അതിന് ആരുടെ വാ വേണം? വൃത്തികെട്ട അശുദ്ധ മനുഷ്യരന്റെ അവന്റെ കയ്യിലുള്ള ചില ഏജന്റുമാരുടെ വാ വേണം. നോക്കിയേ, വാശി വരുന്ന കണ്ടോ? നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? പിടുത്തം കിട്ടുന്നുണ്ടോ? ഹാമാൻ ഇപ്പം വാശി. മൊർദെഖായി എഴുന്നേറ്റില്ല, റെസ്പെക്ട് ചെയ്തില്ല, പക്ഷെ ആരോടാ വാശി വരുന്നത്? കൊച്ചു കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു? കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ല പിടുത്തം കിട്ടുന്നുണ്ടോ? പിടുത്തം കിട്ടുന്നുണ്ടോ മോനെ? അതിന്റെ ഇറാഖിൽ കിടക്കുന്ന, അഫ്ഗാനിസ്ഥാനിലും ആഫ്രിക്കയിലും കിടക്കുന്ന ഈ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ എന്തെടുത്തു? അപ്പൊ ഇതിന്റെ എനിമി ദൈവത്തോടുള്ള വൈരാഗ്യമോ? ദൈവത്തോടുള്ള വൈരാഗ്യം. നിങ്ങളുടെ ലൈഫിലും ചില പൈശാചിക ശക്തികൾ ഇതുപോലെ എഴുന്നേറ്റ് വരുമ്പോൾ യു ഹാവ് ടു ബി വെരി കെയർഫുൾ, വെരി കെയർഫുൾ. 1000 വർഷങ്ങളുടെ പുറകെ പോവുക, 1000 വർഷങ്ങളുടെ പുറകെ പോവുക. നമ്മുടെ ലൈഫിനെ ദൈവവചനം കേൾക്കുമ്പോൾ ശരിക്കും ഒന്ന് പ്രിപ്പയർ ചെയ്യണം, ശരിക്കും അലൈൻ ചെയ്യണം. ദൈവവചനം എന്നോട് അലൈൻ ചെയ്യത്തില്ല, ഞാൻ ദൈവവചനത്തോട് അലൈൻഡാകണം. മനസ്സിലാകുന്നുണ്ടോ? ദൈവവചനം എന്നോട് അലൈൻഡാകത്തില്ല. എൻ്റെ ഇഷ്ടം അനുസരിച്ച് ദൈവവചനത്തെ വളച്ച് കോട്ടീകരിക്കാൻ പറ്റത്തില്ല. എൻ്റെ വെല്ലം മാറ്റിക്കളഞ്ഞ് ദൈവവചനത്തോട് എനിക്ക് അലൈൻഡാകാനേ പറ്റത്തുള്ളൂ. 1000 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം, 1000 വർഷങ്ങൾക്ക്.
1000 വർഷങ്ങൾക്ക് പുറകിൽ ഇസ്രയേലിനെ ദൈവം മിസ്രൈമിൽ നടത്തിക്കൊണ്ട് വരുന്ന വഴിക്ക് ഇവർക്ക് 2 മാസം കഴിഞ്ഞപ്പം ഇവർക്ക് നേരെ ഒരു ശത്രു എഴുന്നേറ്റ് വന്നു. ആദ്യത്തെ എനിമിയാണ്. ആ എനിമിയുടെ പേര് അമാലേക്ക് എന്നാണ്. എന്തുവാ എനിമിയുടെ പേര്? എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞുകൂടെ ചെയ്തേ. അമാലേക്ക്. ഒന്ന് പറയാൻ നോക്കിയ പോലെ എന്തുവാണ് എനിമിയുടെ പേരെന്തോ? അമാലേക്ക്. നിങ്ങൾ മറക്കത്തില്ല. അമാലേക്ക് എന്ന് പറഞ്ഞ ജാതി എഴുന്നേറ്റ് വന്നു. അമാലേക്ക് എന്ന് പറഞ്ഞ ജാതി ദൈവത്തിന് മറ്റുള്ള സകല ജാതികളെക്കാട്ടിലും ഭയങ്കര കോപമുള്ളൊരു ജാതി. ഭയങ്കര കോപം, ചില്ലറ കോപമല്ല. അത് പുറപ്പാട് 17 എഴുതിയിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിനകത്ത് മോശയോട് ദൈവം പറഞ്ഞു, എഴുന്നേക്ക്, അമാലിയേക്ക് അവൻ ഇങ്ങോട്ട് വന്ന് ദൈവത്തെ ഭയപ്പെടാതെ ഇങ്ങോട്ട് നിങ്ങളെ ഉപദ്രവിച്ചു. ആ ജാതിയോട് ഇങ്ങോട്ട് ഉപദ്രവിച്ചതുകൊണ്ടല്ല, കാരണം അവൻ്റെ ഉള്ളിൽ പിശാച് ഒളിപ്പിച്ചു വിട്ടതാ, അവൻ സേവിക്കുന്ന മാസ്റ്റർ ഒളിപ്പിച്ചു വിട്ടതാ. ഈ ജനത്തെ നശിപ്പിക്കണം. ഇവർ യുദ്ധത്തിനും പോയില്ല, ഒന്നിനും പോയില്ല, ഇങ്ങോട്ട് വന്ന് ഇവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ഇസ്രായേൽ പറഞ്ഞു, മോശയോട് ദൈവം പറഞ്ഞു, എഴുന്നേക്ക്, യുദ്ധത്തിന് പോകും. അവിടെ ആ മോശ കരങ്ങൾ ഉയർത്തിയിരിക്കുന്നത്. യോശുവ യുദ്ധം ചെയ്തു. യുദ്ധത്തിൽ കുറെ പേരെ വെട്ടിക്കളഞ്ഞു. യുദ്ധത്തിന് വന്ന കുറെ പേരെ വെട്ടിക്കളഞ്ഞു. പക്ഷെ അവിടെ വേറെ ആൾക്കാരുണ്ട്, അമാലേക്കിന്റെ ജാതി കിടപ്പുണ്ട്. ദൈവം പറഞ്ഞു, നീ ഒരു പുസ്തകം എടുക്കണം. പുറപ്പാട് 17 കിടപ്പുണ്ട് കേട്ടോ. ഒരു പുസ്തകം എടുക്കണം. എന്നിട്ട് ആ പുസ്തകത്തിനകത്തോട്ട് എഴുതി വെക്കണം. എന്തോ എഴുതി വെക്കണം എന്നറിയാമോ? എഴുതി വെക്കേണ്ടത് ഇപ്രകാരമാണ്: യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക് അമാലേക്കിനോട് തലമുറയായി യുദ്ധമുണ്ട്. ആ വേർഡ് എന്തോ? യഹോവയുടെ സിംഹാസനത്താണ് യഹോവയ്ക്ക്. അടി കിട്ടി വായിച്ചു. യഹോവ, പുറപ്പാട് പുസ്തകം 17 അവസാനത്തെ വാക്യങ്ങൾ. യഹോവയുടെ സിംഹാസനത്താണ്. അനി കിട്ടി വായിച്ചു. ഞാൻ വായിച്ചു. ഇനി അടുത്ത വാക്യം കൂടെ വായിച്ചോ ആൻറ്റി. അതിന്റെ മേളില് ഇത് ഓർമ്മയ്ക്കായിട്ടൊരു പുസ്തകത്തിൽ എഴുതി വെക്കണം. യോശുവയെ വായിച്ചു കേൾപ്പിക്കണം. അയ്യോ, ഞാൻ അമാലേക്കിന്റെ ഓർമ്മയെ, അവനെ വെച്ചേക്കുന്നില്ല, അവന്റെ ഓർമ്മ പോലും വെച്ചേക്കത്തില്ല. അവന്റെ ഓർമ്മയെ അശേഷം ഞാൻ ഭൂമിയിൽ നിന്ന് തുടച്ചു കളയും. ആകാശത്തിന്റെ കീഴിൽ നിന്ന്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? തുടച്ചു കളയുന്നു. അവന്റെ ഓർമ്മ പോലും ഞാൻ വെച്ചേക്കത്തില്ല. ഓർമ്മ പോലും വെച്ചേക്കത്തില്ല. ആർക്കിയോളജിക്കലി ഇത് പഠിച്ചാൽ മറ്റുള്ള സകല ജാതികളുടെയും അവശിഷ്ടങ്ങളോ അസ്ഥികൂടങ്ങളോ അല്ലെങ്കിൽ സംസ്കാരങ്ങളോ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇന്ന് വരെ ആർക്കിയോളജിക്കലി പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു ജാതിയുള്ളൂ, അമാലേക്ക്. അവരുടെ ചരിത്രങ്ങൾ ബൈബിളിലാണ് കൂടുതലും കിടക്കുന്നത്. ആ ജാതിയുടെ എവിഡൻസ് പോലും ഇല്ലത്. കാരണം ബൈബിളിൽ ഒരു വാക്യമായിരുന്നെന്ന്, അമാലേക്കിന്റെ ഓർമ്മയധികം ഭൂമിയിൽ നിന്ന് അശേഷം മായിച്ചു കളയും. യുദ്ധത്തിനോ ദൈവം പറഞ്ഞു, ശരി, ഇത് മറന്നു പോകല്ലേ. മോശയോട് പറഞ്ഞു, മറന്നു പോകല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചോണം, മറന്നു പോകല്ലേ. ദൈവം ഒരു കാര്യം ആൻറ്റി, അനിതാൻ്റിയൊക്കെ ഇത് എല്ലാ ദൈവമക്കളും കേട്ടോ. ദൈവം ഒരു കാര്യം പറയുക, ഇത് നീ എഴുതി വെച്ചോണം, അടുത്ത തലമുറയോട് പറയണം. അപ്പന്മാര്, അമ്മമാര്, നിങ്ങളുടെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വന്നു, നിങ്ങൾക്ക് ചില വിഷയങ്ങളെ ജയിക്കാൻ പറ്റാതെ നിങ്ങളെ കുഴച്ചു, സ്ട്രഗിൾ ചെയ്തു. നിങ്ങൾ ആ വിഷയത്തിന്, അത് രോഗമാകാം, കടഭാരമാകാം, അല്ലെങ്കിൽ പ്രശ്നങ്ങളാകാം, എന്തെങ്കിലും ആട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ ചിലത് വന്നു, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റിയില്ല. നിങ്ങളത് അടുത്ത തലമുറയോട് പറഞ്ഞിട്ടേ പോകാവൂ. ആ തലമുറ, അവരുടെ തലമുറയിൽ ഈ പ്രശ്നം വരുമെങ്കിൽ അടുത്ത തലമുറയിൽ ഈ പ്രശ്നങ്ങൾ വരുമെങ്കിൽ, ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അടുത്ത അമ്മമാര് ചിലത് സ്ട്രഗിൾ ചെയ്തു, അപ്പന്മാര് ചിലത് സ്ട്രഗിൾ ചെയ്താണ്ടി അവരുടെ ജീവിതത്തിൽ. കല്യാണം കഴിഞ്ഞിട്ട് ചില ഏരിയകളിൽ അവർ സ്ട്രഗിൾ ചെയ്തു, കല്യാണത്തിന് മുമ്പേ ചില ഏരിയകളിൽ സ്ട്രഗിൾ ചെയ്തു, അവരുടെ ബിസിനസിന്റെ മേഖലകളിൽ ചില ഏരിയകളിൽ സ്ട്രഗിൾ ചെയ്തു, അവരുടെ ജോലിയുടെ ഏരിയകളിൽ ചില ചെറിയ ബുദ്ധിമുട്ട് വന്ന കാര്യമല്ല പറഞ്ഞേ. അവരുടെ ഓരോ പർട്ടിക്കുലർ ഏജിൽ ചില രോഗങ്ങൾ വന്നു, അവർക്ക് കഷ്ടപ്പെട്ട് അവരുടെ പണം ഉണ്ടാക്കിയതെല്ലാം പോയി. ആ കുടുംബത്തിന് നേരെ ചില പ്രശ്നങ്ങൾ വന്നു. ഇത് അടുത്ത തലമുറയോട് പറഞ്ഞു കേൾപ്പിക്കണം.
അടുത്ത തലമുറയിൽ, നിങ്ങളുടെ തലമുറയിൽ തന്നെ ഇതിൻ്റെ വേരിനെ പിഴുതുകളാണ്. അടുത്ത തലമുറയോട് പറഞ്ഞു കേൾപ്പിക്കണം. നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? ദൈവമക്കൾ കേൾക്കുന്നുണ്ടോ? അടുത്ത തലമുറയോട് യു ഹാവ് ടു, നമ്മളിത് പറയണം. നിങ്ങളുടെയൊക്കെ ദൈവമക്കളുടെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ട്, പക്ഷെ ഞാനത് ഒരിക്കലും പറയത്തില്ല. പക്ഷേ എന്നാലും ഞാൻ നിങ്ങളോട് ആ തീവ്രത നിന്നുകൊണ്ട് പറയാം കേട്ടോ, തീവ്രത എന്ന് പറയാം. ചില കുടുംബത്തിന് നേരെ വന്നത് ലീഗൽ അറ്റാക്കാണ്. നിങ്ങളുടെ മക്കളോട് പറയണം, മക്കളെ എൻ്റെ ലൈഫിൽ ഇന്നതുപോലെ ലീഗൽ അറ്റാക്ക് വന്നു. യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഇൻ യുവർ ലൈഫ്. നീ വളരെ സൂക്ഷിക്കണം. പോകട്ടെ, എഴുതി വെക്കാൻ പറഞ്ഞു, എഴുതി വെച്ചു. 6,35,550 പുരുഷന്മാരുണ്ടായിരുന്നു. അതിൻ്റെ നേതാവായിരുന്നു യോശുവ. ഇത് കഴിഞ്ഞു. ആ 6,35,550 പേരിൽ 2 പേരൊഴിച്ച് 40 വർഷത്തിനിടെ മൊത്തം പേര് മരിച്ചു. 6,04,448 പേര് മരിച്ചു കേട്ടോ. 6,04,000 അല്ലല്ലോ, 6,35,550 പേര്, 6,35,548 പേര്, 48 പേര് മരിച്ചു. മോശ മരിക്കുന്നതിന് മുമ്പേ, യോശുവയും കാലേബും മാത്രമേ ഉള്ളൂ ഇറങ്ങി തിരിച്ചതിൽ. മോശ മരിക്കുന്നതിന് മുമ്പേ മോശയോട് ദൈവം ഓർപ്പിക്കുക, ആ തലമുറയെല്ലാം മരിച്ചു. ആവർത്തന പുസ്തകം 25-ാം അധ്യായത്തിൽ ഓർപ്പിക്കുക, നീ ഒരു കാര്യം ചെയ്യണം മോശേ. ദൈവം പറഞ്ഞിട്ടില്ല, ഞാൻ നിങ്ങളെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയിൽ അമാലേക്ക് ചെയ്തതിനെ ഞാൻ മറന്നിട്ടില്ല. കണ്ടോ, ദൈവം വീണ്ടും പറയുക, മറന്നിട്ടില്ല. നീ ഒരു കാര്യം ചെയ്യണം, അടുത്ത തലമുറയോട് പറയണം, നിങ്ങൾ അക്കരെ ദേശത്ത് ചെന്നിട്ട് നിങ്ങൾ അവൻ്റെ ഓർമ്മയെ വെച്ചേക്കല്ല്, അമാലേക്കിനോട് നീ വെച്ചേക്കല്ല്, നീ അത് സൂക്ഷിച്ചോണം. അമാലേക്കിനെ നീ വെച്ചേക്കല്ല, നീ സൂക്ഷിച്ചോണം. ദൈവം ഒരു കാര്യം ഒരു വട്ടം പറഞ്ഞാൽ കേട്ടോ, അമാലേക്കിനെ വെച്ചേക്കല്ല. ആവർത്തനം 25 എഴുതിയേക്കാം. എത്ര വർഷം കഴിഞ്ഞു? 40 വർഷം അല്ലെ 38 വർഷം കഴിയുമ്പോൾ പുതിയ തലമുറയോട് പറയാം, പുതിയ തലമുറയൊന്നും ഇത് കണ്ടിട്ടില്ല, വെച്ചേക്കല്ലേ, വെച്ചേക്കല്ലേ. ശരി, ഇതെല്ലാം പറഞ്ഞു, അടുത്ത തലമുറയോട് പറഞ്ഞു കേൾപ്പിച്ചു, കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ന്യായാധിപന്മാർ വന്നു കേട്ടോ, ന്യായാധിപന്മാർ. നമുക്ക് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലോട്ട് പോവാം. നിങ്ങൾ ആ പുസ്തകത്തിലോട്ട് പോയില്ലെങ്കിൽ സാരമില്ല, ന്യായാധിപന്മാരുടെ ആ ലിസ്റ്റ് ഞാനൊന്ന് കാണിക്കട്ടെ നിങ്ങളെ. ന്യായാധിപന്മാരുടെ ലിസ്റ്റ് നോക്കിക്കോ. അപ്പൊ യോശുവ കഴിഞ്ഞു. യോശുവ യുദ്ധം ചെയ്ത് ചില കാര്യങ്ങളൊക്കെ പിടിച്ച് കനാൻ ദേശത്തെത്തി. നിങ്ങളിപ്പോൾ എൻ്റെ കൂടെ ഉണ്ടോ? കനാൻ ദേശത്തെത്തി, എല്ലാം വീതിച്ചു കൊടുത്തു. മോശ പറഞ്ഞിട്ട് പോയ അമാലേക്കിനെ വെച്ചേക്കൽ. ന്യായാധിപന്മാർ വന്നു. ഒന്നാമത്തെ ന്യായാധിപൻ ഒത്നിയേൽ ആരെയാ? ഒത്നിയേലിന്റെ കാലത്ത് ശത്രു വന്നത് അമാലേക്ക. ശത്രു വന്നത് ആരാ? അമാലേക്ക്. ആരെയൊക്കെ കൂട്ടുപിടിച്ചോണ്ട് വന്നതെന്ന് അറിയാമോ? ആരെയാ കൂട്ടുപിടിച്ചോണ്ട് വന്നതെന്ന് അറിയാമോ? എഴുത്തോ, ന്യായാധിപന്മാരുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം 3-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 3:13 ഒന്ന് വായിച്ചേ. ആര്? ഒക്തിയേലല്ല, ശത്രു. അമാലിയക്കിനെ കൂട്ടിക്കൊണ്ട് വരുന്നത്. അമോനിയനെ കൂട്ടിക്കൊണ്ട് വന്നു. അമോനിയനെ കൂട്ടിക്കൊണ്ട് അമാലിയക്ക് വന്നു. ഇങ്ങോട്ട് വന്നിട്ട് ഇവരെ മൊത്തം നശിപ്പിക്കാൻ തുടങ്ങി. അന്നേരം ദൈവം എഴുന്നേൽപ്പിച്ച ആളാണ് ഒത്നിയേൽ. കണ്ടോ, ഒത്നിയേൽ. ഇതുകൊണ്ട് കഴിഞ്ഞിട്ടില്ല, ഇവരുടെ കുഞ്ഞുങ്ങളെ മൊത്തം, ഇസ്രയേലിന്റെ അനേക സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കി തീർത്തു. ആര്? അമാലേക്കും. അതിന്റെ കൂട്ടത്തിലുള്ള പ്രധാനപ്പെട്ട ജാതി അമാലേക്ക. പല ജാതികളുണ്ടെങ്കിൽ അമാലേക്ക്. സ്ത്രീകളെ ഇസ്രയേലിന്റെ അമ്മമാരെ എന്തോ ചെയ്തു? മക്കളില്ലാത്തവളാക്കി തീർത്തെന്ന് തമ്പുരാൻ 400 വർഷം മുമ്പ് പറഞ്ഞതാ. ഇവിടെ 400 ആയിട്ടില്ല.
ഇവിടെ 400 വന്നിട്ടില്ല. ഇവിടെ ഏകദേശം 350 വർഷമേ ആയിട്ടുള്ളൂ. ഇവിടെ ഏകദേശം വരുമ്പോഴത്തേന് ഒരു 350 വർഷമായിട്ടേ ഉള്ളൂ അല്ലേ? 350 ആയിട്ടില്ല. 150 വർഷം. 150 വർഷം മുമ്പ് പറഞ്ഞ 1446 ഇസ്രായേൽ മക്കളെ വിടുവിച്ച് കൊണ്ടുവരുന്നത്. അതിനാ 1500 എന്നൊക്കെ പറഞ്ഞ് പഠിക്കാൻ എളുപ്പത്തിൽ. ഒരു 100 വർഷം 150 വർഷം മുമ്പേ ദൈവം പറഞ്ഞ അമാലേക്കിനെ നീ സൂക്ഷിച്ചോണേ. ചില അപ്പന്മാർ പറയാം, മോനെ ഇന്ന ആളെ സൂക്ഷിച്ചോണേ. എങ്ങനെ? നമ്മൾ അവനോട് പോയി സ്പെഷ്യൽ കമ്പനി ആവും. നമ്മൾ അവനോട് പോയി സ്പെഷ്യൽ കമ്പനി ആവും. മോനെ 150 വർഷം മുമ്പ് ദൈവം മോനെ സൂക്ഷിച്ചോണമെന്ന്. 150 വർഷം കഴിഞ്ഞപ്പോൾ ഇസ്രയേലിന്റെ അമ്മമാരെ പലരെ മക്കളില്ലാത്തവളാക്കി തീർത്തു. ആര്? അമാലേക്. ഒഗ്നിയൽ. യേഹൂദിന്റെ കാലത്ത് ഇവൻ തല പൊക്കി ഒതുങ്ങി, തല താത്തിരുന്നു, പത്തി താത്തിരുന്നു. പാമ്പ് എപ്പോഴും പത്തി പൊക്കത്തില്ല. അവൻ ഇങ്ങനെ നടക്കും, ഇങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ നടക്കും. അവൻ അവസരം വരുമ്പോഴേ തല പൊക്കത്തുള്ളൂ. അവനെ കൊന്നുകളയാത്തടത്തോളം കാലം, അവന്റെ മുട്ട ഉൾപ്പെടെ ആ പാമ്പിന്റെ മുട്ടയും കുഞ്ഞുങ്ങളെ നശിപ്പിക്കാത്തടത്തോളം കാലം ഇങ്ങനെ. ഇതോടെ ശങ്കർ വന്നു, ദെബോരയും ബാരാക്കും വന്നു. തലമുക്കി. ദെബോരയും ബാരാക്കും ന്യായാധിപന്മാരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു വുമണാണ് ദെബോര. ദെബോരയുടെ കാലത്തും ആരോടെ ഫൈറ്റ്? അമാലേക്കിനോട്. ആന്റി, ആ യുദ്ധം ചെയ്ത അമാലേക്ക് മരിച്ചുപോയി. അവന്റെ സന്തതികളാ. പുറപ്പാട് 17 യുദ്ധം ചെയ്ത അമാലേക്കിന്റെ സന്തതി മരിച്ചുപോയി. പക്ഷെ ദൈവം പറഞ്ഞ ജാതിയുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് മാറ്റിച്ചോണം. ആ ജാതിയുടെ ഓർമ്മ പോലും ഭൂമിയിൽ നിന്ന് കളയണം. ഞാൻ എടുത്ത ക്ലാസ് യൂട്യൂബിൽ കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം ഇതൊക്കെ പറഞ്ഞത്? നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നേ, അല്ലെ യൂട്യൂബ് കിടപ്പുണ്ട്. എന്തുകൊണ്ടാണ് ദൈവം യുദ്ധം അനുവദിച്ചത്? ദൈവത്തിന് യുദ്ധ കൊതിയനാണെന്നൊക്കെ നമ്മുടെ ദൈവത്തെ കുറിച്ച് പറയുന്നത്. യുദ്ധ കൊതിയനാണ്. ദൈവം യുദ്ധം അനുവദിച്ച് എന്തിനാന്ന് ഞാൻ എടുത്ത ക്ലാസ്സുകൾ വ്യക്തതയോടെ യൂട്യൂബ് കിടപ്പുണ്ട്. മനുഷ്യന്റെ മനസ്സുള്ള ഒരുത്തനും അംഗീകരിക്കാൻ പറ്റത്തില്ല. മനുഷ്യത്വം ഉള്ളവർ, അല്ലാത്തവർക്ക് അംഗീകരിക്കാം. ഒരു മനുഷ്യത്വമുള്ള ഒരുവനും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ ജാതികൾ ചെയ്തതിന്റെ ലിസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു മനുഷ്യത്വം, ഈ മനുഷ്യത്വം ഇല്ലാത്തവർക്ക് അംഗീകരിക്കാൻ അതിന് കുഴപ്പമില്ല. കാരണം അവരുടെ കൾച്ചർ എന്തുവാന്ന് അവർക്ക് തന്നെ അറിയാം. അവരുടെ സ്വഭാവങ്ങളിൽ കൂടെ വെളിപ്പെട്ടു വരും. പോട്ടെ. ദെബോര ഗിദെയോന്റെ കാലത്തോ വായിച്ചു. ഗിദെയോനൊക്കെ ഒത്തിരി നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഗിദെയോന്റെ കാലത്ത് ആരെ മോനെ വിളിച്ചോണ്ട് വന്നേ? മിദ്യാൻ എന്നാ നമ്മൾ പഠിക്കുന്നേ. മിദ്യാൻ 6:33 നോക്കി, അല്ലെങ്കിൽ 6:3 നോക്കിക്കേ. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാന്യരും അമാലേക്കിനും കിഴക്കേ ദേശക്കാർ അവരുടെ നേരെ വരും. 6:33. അനന്തരം മിദ്യാന്യരും അമാലേക്കിനും കിഴക്കേ ദേശക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി ഇക്കരെ ഇസ്രായേലിന്റെ നേരെ പാളയം ഇറങ്ങി. 7:12. എന്നാൽ മിദ്യാന്യരും അമാലേക്കിനും കിഴക്കേ ദേശക്കാരൊക്കെ വെട്ടിക്കിളി എന്ന പോലെ അസംഖ്യമായി താഴ്വരയിൽ പരന്നു കിടന്നു. 10:12. സീദോന്യരും അമാലേക്കിനും മോവാബിയരും നിങ്ങളെ ഞെരുക്കി. കണ്ടോ? ഇങ്ങനെ നോക്കിക്കേ, ശ്രദ്ധിച്ചോ, എന്നെ നോക്കിക്കോ നിങ്ങൾ. വേണ്ട എല്ലാ ന്യായാധിപന്മാരുടെ കാലത്ത്, ചില ന്യായാധിപന്മാരുടെ കാലത്തേ ഉള്ളൂ ഇവര് എന്തോ പറ്റുന്നറിയാമോ? തലപൊക്കി. പക്ഷെ അമാര് പോയിട്ടില്ല. തുടച്ചു കളയണമെന്ന് ദൈവം പറഞ്ഞതാ. തുടച്ചു കളയണമെന്ന് പറഞ്ഞു. ഇവൻ പാത്തി പോക്കും. തുടച്ച് ഈ സാംസന്റെ കാലത്ത് വരെ ഇങ്ങനെ കിടന്നു. ഫെലിസ്ത്യൻ എന്നൊക്കെ നമ്മൾ കൂടുതലും പഠിക്കുന്നത്. പക്ഷെ ഫെലിസ്ത്യനും മിദ്യാന്യരും ഒക്കെ വിളിച്ചോണ്ട് വന്നത് അമാലേക്കരാണ്. വിളിച്ചോണ്ട് വന്നത് ആരാ? അമാലേക്കർ. ആൻഡ് ഈ ശമൂവേലിന്റെ കാലം വന്നു. ശമൂവേലിന്റെ കാലം, ഏലി പുരോഹിതൻ കഴിഞ്ഞ് ഏറ്റവും ശമൂവേൽ ന്യായാധിപൻ മാത്രമല്ല, ശമൂവേൽ ഒരു പ്രവാചകനും കൂടെ കൂടിയ ശമൂവേലിന്റെ കാലം വന്നു. ശമൂവേലിന്റെ കാലം വന്നപ്പം ഇസ്രായേലിലെ ആദ്യത്തെ രാജാവ് രംഗപ്രവേശനം ചെയ്തു. ആദ്യത്തെ രാജാവ്? ശൗൽ. 400 വർഷം എത്തി. ഇത്രയും കഴിഞ്ഞ് 1060 ഏകദേശം 50 എത്തുമ്പോഴാണ്, ഇവിടെ 1020 എന്നാണ് കൊടുത്തേക്കുന്നത്. ഏകദേശം 1020-50 എത്തുമ്പം ശൗൽ രാജാവ് രംഗപ്രവേശനം ചെയ്തു. എത്ര വർഷം കഴിഞ്ഞു? ഏകദേശം 400 വർഷം. ഏത് യുദ്ധം കഴിഞ്ഞിട്ട്? അമാലേക്കിനോടുള്ള യുദ്ധം കഴിഞ്ഞിട്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. ശൗലിനോട് പറഞ്ഞു, ശൗലേ
1 ശമൂവേൽ 15 കിടപ്പുണ്ട്. ശമൂവേൽ പ്രവാചകൻ പറയാം, നീ ഇപ്പോൾ ഒരു കാര്യം ചെയ്യണം. ഇസ്രയേലിനെ ഞാൻ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിയിൽ അമാല്യക്ക് അവരോട് ചെയ്തത്, നിങ്ങളുടെ പിതാക്കന്മാരോട് ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. എത്ര വർഷം കഴിഞ്ഞ ആൻറ്റി? 400. മോശ എന്തിയെ? കൈ ഉയർത്തിയെന്ന മോശ എന്തിയെ? മരിച്ചു. യോശുവ എന്തിയെ? യുദ്ധം ചെയ്ത എല്ലാവരും എന്തിയെ? മരിച്ചു. ദൈവം പറയാ, ഞാൻ കുറിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ 400 വർഷം കഴിഞ്ഞു, കുറിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം ശൗലേ, നീ പോയി അമാല്യക്കിനുള്ളത്. ആൻറ്റി ഒന്ന് വായിച്ച് 1 ശമൂവേൽ 15 അധ്യായത്തിന്റെ 2 വാക്യം. ആരെയൊക്കെ കൊന്നുകളയാനാ ദൈവം പറയുന്നത്? ഇച്ചിരി കട്ടിയ കേട്ടോ. ആ ആ ആ അവർക്കുള്ളതൊക്കെയും നിർമൂലമാക്കുക. എന്നിട്ട് എങ്ങനെയാ പറയുന്നത്? ആ പുരുഷന്മാർ, അനി ഒന്നുകൂടെ, പുരുഷന്മാർ, സ്ത്രീകൾ, കുട്ടികൾ, മുല കുടിക്കുന്നവർ, കാള, ആട്, ഒട്ടകം, കാഴ് എന്ന് വെച്ചാൽ മൂക്കിൽ ശ്വാസമുള്ള ഒന്നിനെയും വെച്ചേക്കരുത് അവരുടെ കൂട്ടത്തിൽ. ദൈവം എന്തിനാണ് പറഞ്ഞതെന്നറിയാമോ? ഇത് പറയുന്നതിന് മുമ്പിൽ കാര്യമുണ്ട്. മൃഗങ്ങളെ ഉൾപ്പെടെ തകർത്ത് കളഞ്ഞേക്കാൻ പറയുന്നതിൻ്റെ പിമ്പിൽ കാരണം മ്ലേച്ഛതയുടെ കൊടിയ കൂട്. അത് തന്നെയല്ല, ഈ ജാതിയോട് ദൈവത്തിനൊരു ഇറ്റേണൽ ആങ്കറുണ്ട്. തുടച്ചു കളയും കേട്ടോ. ദൈവം മ്ലേച്ഛതയെ വെറുക്കുന്നു. പിശാചിന് വേണ്ടി ഇവൻ വിറ്റ് കളഞ്ഞ ഇസ്രായേൽ ജാതിക്ക് ഇവൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അല്ലെങ്കിൽ ഇസ്രായേലിന് മാത്രമല്ല, മനുഷ്യകുലത്തിന് ഇവൻ ബുദ്ധിമുട്ടാണ്. ദൈവം പറഞ്ഞു തുടച്ചു കളയും, പോട്ടെ. ഇപ്പം പറഞ്ഞു തന്നു, മൊത്തം എണ്ണത്തെയും പോയി നീ കൊന്നിട്ട് വരാൻ പറഞ്ഞു. ശൗൽ അങ്ങോട്ട് ചെന്നു. ശൗലിന്റെ ഗോത്രം നോക്കിയോണേ, ബെന്യാമീൻ ഗോത്രം, കീശിന്റെ മകൻ. കേട്ടോ, എന്തുവാ? ബെന്യാമീൻ ഗോത്രം, കീശിന്റെ മകൻ. അങ്ങോട്ട് ചെന്നു. പുള്ളി അങ്ങോട്ട് ചെന്നിട്ട് ദൈവം പറഞ്ഞതെല്ലാം അനുസരിക്കത്തില്ല. ദൈവം പറഞ്ഞത് പകുതി അനുസരിച്ചാൽ ഡേഞ്ചറാണ്. നിങ്ങൾ ചിലത് എഴുതി വെച്ചു. എൻ്റെ ലൈഫിൽ ചില വേർഡ് കേട്ടോ, എൻ്റെ പാസ്റ്റർ എന്നെ പഠിപ്പിച്ച ചില വേർഡ് എനിക്ക് ഭയങ്കര എൻ്റെ മനസ്സിൽ ഇന്നും കിടക്കാം. ലേറ്റ് ഒബീഡിയൻസ് കൺസിഡർ ആസ് എ ഡിസൊബീഡിയൻസ്. ലേറ്റ് ഒബീഡിയൻസ് കൺസിഡർ ആസ് എ ഡിസൊബീഡിയൻസ്. ഞാൻ അയ്യായോട് പറയാം, അയ്യാ ഇന്നൊരു കാര്യം ചെയ്യണേ അയ്യ. സമയത്ത് ചെയ്തില്ല, മാറിപ്പോയി. എനിക്ക് അന്നേരമായിരുന്നു ആവശ്യം. എൻ്റെ ആവശ്യം കഴിഞ്ഞു. ആവശ്യമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ അയ്യാ ചെയ്യാൻ വരിക. കൺസിഡർ ആസ് എ ഡിസൊബീഡിയൻസ്. എൻ്റെ ആവശ്യം കഴിഞ്ഞു, എനിക്ക് വേറെ വഴി ദൈവം തോന്നും. നിങ്ങൾ എന്നും ഓർത്തോണം, അനുസരണം എന്ന് പറയുന്നത് അതിൻ്റെ പൂർണ്ണ താഴ്മയിലും ഗൗരവത്തിലും ചെയ്തു പോകണം. ദൈവം പറഞ്ഞു കൊന്നിട്ട് വരാൻ പറഞ്ഞു. പുള്ളി അങ്ങോട്ട് ചെന്നിട്ട് എല്ലാം ചെയ്തില്ല. ബലഹീനമായതിനെല്ലാം വെട്ടിക്കളഞ്ഞു. ബലമുള്ളതിനെ പിടിച്ചോണ്ട് പോകും. അയ്യ, ആർ യു ഗെറ്റിംഗ് അയ്യ? ബലമുള്ളതിനെല്ലാം പിടിച്ചോണ്ട് പോകും. ആ കൂട്ടത്തിൽ എനിക്ക് ചില പൊങ്ങച്ചം വേണം. അവിടെ ഉണ്ടായിരുന്ന രാജാവ് ഉണ്ടായിരുന്നു. ഞാൻ അവനെ കൂടെ ഒക്കെ പിടിച്ചു. അവൻ മല്ലനായിരുന്നു, ആകാകായിരുന്നു. എന്നുവെച്ചാൽ രാക്ഷസനാ. അവനെയും പിടിച്ചോണ്ട് വരിക. നിങ്ങളുടെ അടുക്കലോട്ട് രാക്ഷസനെ കൊണ്ട് വിളിച്ച, അയ്യോ നിങ്ങൾ റോയ്പാസുണ്ടോ, മിടുക്കനാ, കൈയടിക്കത്തില്ലേ? എഴുന്നേറ്റ് ഇത് കൈയടിച്ചു കാണും. അയ്യോ, ആ പുള്ളി ആരാന്നറിയോ? ഓൾറെഡി എനിക്ക് കുറച്ച് പ്രൈസിങ് വേണം. ഓൾറെഡി ഇച്ചിരി പൊങ്ങച്ച ഉള്ളതാ, ബാക്കിയും കൂടെ. എന്നാ പിന്നെ നിങ്ങളിത് കണ്ടോ, ഞാൻ ചെയ്തത് കണ്ടോ? കേട്ടോ, ദൈവം പറഞ്ഞത് അനുസരിക്കാതെ ബലഹീനമായതിനെ വെട്ടിക്കളഞ്ഞിട്ട് ബലമുള്ളതിനെയല്ല. ദൈവം പറഞ്ഞ ഒരു മൃഗത്തെ പോലും വെച്ചേക്കല്ലെന്ന് പറഞ്ഞാൽ, കാളയും കഴുതയും ബലമുള്ളതിനെല്ലാം പിടിച്ചോണ്ട് പോകും. ഇവൻ പിടിച്ചോണ്ട് വന്ന് ആകാകിനെ പിടിച്ചോണ്ട് വന്ന് ചെങ്ങല കെട്ടി വെച്ചേക്കോ. എല്ലാം കൂടെ ഭയങ്കര ഫീസ്റ്റാ, ഭയങ്കര ആഘോഷമാണ്. ജനം എല്ലാം കൂടെ എന്നോ കയ്യടിയാന്നറിയാമോ? ഈ ജനത്തിന്റെ കയ്യടിക്കകത്ത് ഇതിന്റെ ശുശ്രൂഷ മുങ്ങൽ. ജനം പൊക്കാനും കാണും, താക്കാനും കാണും. അവർ പൊക്കുമ്പോൾ പൊങ്ങാനും പോലെ, താക്കുമ്പോൾ താകാനും പോലെ. നിന്റെ ഹൃദയം ദൈവത്തിലായിരിക്കും. എന്നും ഓർത്തോണം, ദൈവത്തിലായിരിക്കണം. ജനം ഇന്ന് പൊക്കാം, നാളെ താക്കാം.
ട്രസ്റ്റ് ഇൻ ഗോഡ്. ദൈവത്തെ ട്രസ്റ്റ് ചെയ്യുക. ശമൂവേൽ പ്രവാചകൻ അടുത്ത ദിവസം വന്നു. ശമൂവേൽ പ്രവാചകൻ വന്നോണ്ട് ഓടി കൊണ്ടിരുന്നത്, അയ്യോ പ്രവാചകനെ കണ്ടില്ലേ, ദൈവം എനിക്ക് വിടുതൽ തന്നു, ഞാൻ ദൈവം പറഞ്ഞ എല്ലാം ചെയ്തു. ദൈവം പറഞ്ഞ എല്ലാം ചെയ്തു? ദൈവം പറഞ്ഞ എല്ലാം ചെയ്തിട്ടാണ് അപ്പുറത്ത് ഞാൻ കാളയുടെയും കഴുതയുടെയും ഒക്കെ മുക്കറ കേൾക്കുന്നത്. അത് നിന്റെ ദൈവമായ യഹോവയ്ക്ക് ഞാൻ യാഗം കഴിക്കേണ്ടതിന് അവിടുന്ന് പിടിച്ചോണ്ട് വന്നാണ്. വീണതല്ലായിരുന്നു, കിടന്ന് ഉരുണ്ടതായിരുന്നു. ഒരിക്കലും ന്യായീകരണം, ബ്ലെയിം ഗെയിം ചെയ്യരുത്. ഇതൊക്കെ എഴുതി വെച്ചു. ലേറ്റ് ഒബീഡിയൻസ് കൺസിഡർ ആസ് എ ഡിസൊബീഡിയൻസ്. കർത്താവിന്റെ വേലയ്ക്ക് കമ്മിറ്റ്മെന്റ്, ഡെഡിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാ. കൂടെയുള്ള ശുശ്രൂഷ ഭയങ്കര ആദായമാണ്. ഉഴപ്പി ചെയ്ത, പക്ഷെ അത് ശാപം കൊണ്ടുവരുന്നു. കർത്താവിന്റെ വേല സാക്രിഫിഷ്യൽ, സമർപ്പണത്തോടെ മനസ്സോടെ ചെയ്യുന്നത് ദൈവം അംഗീകരിക്കത്തുള്ളൂ. മനസ്സോടെ ചെയ്യുന്നത്. ഉഴപ്പം പരിപാടി വേണ്ടി ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻതൂക്കം കൊടുത്തേ നിങ്ങളുടെ ലൈഫിൽ ഇറങ്ങി വന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്തു തരും. ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. എത്ര സന്ദർഭങ്ങളിൽ ദൈവം എനിക്ക് വേണ്ടി ആരുമില്ലാത്ത സ്ഥാനങ്ങളിൽ ദൈവം ഇറങ്ങി വരും. ഇപ്പം തന്നെ ഞങ്ങളുടെ ആക്സിഡന്റിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എന്നെ വിളിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക, എന്നെ വിളിക്കേണ്ട ഒരാവശ്യമില്ല. എന്നെ വിളിച്ചു, റോയ് പാസ്റ്ററെ ഹോട്ടൽ ബുക്ക് ചെയ്യണോ, ഞങ്ങളുടെ ചർച്ചയിൽ മീറ്റിംഗ് വരുമ്പോൾ ഹോട്ടൽ ബുക്ക് ചെയ്യണോ? ഞാൻ പറഞ്ഞു, പാസ്റ്ററെ ഹോട്ടൽ ബുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാനിപ്പോൾ എൻ്റെ വണ്ടി ഇടിച്ചു തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെവിടെ? തേനിയിലെവിടെ? ഇന്ന സ്ഥലത്ത്. ഏത് സ്റ്റേഷനിലാണ്? ഇന്ന സ്റ്റേഷനിൽ. ആ സ്റ്റേഷനിലെ പോലീസ് SI നമ്പർ തരാമോ? ഇപ്പം ഞാൻ SI നമ്പർ തരാം. SI എന്നോട് പറഞ്ഞു, ഞാൻ സാറിൻ്റെ നമ്പർ കൊടുത്തു. ഒരു 5 മിനിറ്റ് എന്ന് പറഞ്ഞു. ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ നോക്കി 5 മിനിറ്റ് കഴിയുന്നതിന് മുമ്പേ വേണ്ട ഒരാൾ നടന്നു വരും. ആരാണ്? പാസ്റ്റർ റോയി. പോലീസ് സ്റ്റേഷൻ. അപ്പോൾ പോലീസുകാരെല്ലാം കൂടെ സല്യൂട്ട് അടിക്കുന്നു. സാറേ ഞാൻ ഇപ്പോൾ പെട്ടെന്ന് എനിക്ക് 5 മിനിറ്റ് കൊണ്ട് ഫോൺ വരിക. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ CM ഓഫീസിലാണ് വിളിച്ച്, CM പ്രൈവറ്റ് സെക്രട്ടറി വിളിച്ച് പറഞ്ഞേക്കോ. ദൈവം കരുതുന്ന വഴി കണ്ടോ? ദൈവം കരുതുന്ന വഴി. CM ഓഫീസിൽ നിന്ന് ആള് വന്നേക്കാം. എൻ്റെ ദൈവത്തിന് വേണ്ടി എൻ്റെ അടുക്കൽ ഇത് വരേണ്ടിയ എനിക്ക് അതിനൊന്നുള്ളൊരു യോഗ്യതയില്ല. ദൈവത്തിന്റെ കാര്യങ്ങൾ നീ മാന്യമായിട്ട് ചെയ്താൽ നിന്നെ ദൈവം വിടുവിക്കേണ്ടത് വിടുവിക്കും. നിനക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരും. ഉഴപ്പല്ല. ഈ ഒരു ദിവസം ഞങ്ങൾ പാസ്റ്റേഴ്സ് എല്ലാം കൂടി നേപ്പാളിൽ പോയിട്ട് ഞങ്ങൾക്ക് അവിടെ ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചു. നേപ്പാളിൽ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി വരിക. പൗലോസൊക്കെ പറയുന്ന പോലെ ഞങ്ങളുടെ പ്രാണഭയത്തിലായി ഞങ്ങൾ വരിക. തിരിച്ച് ജീവൻ വരെ കിട്ടത്തില്ലെന്നുള്ള രീതി ഞങ്ങൾ വരിക. എങ്ങനെയോ വന്ന് ഡൽഹിയിലോട്ട് ഇറങ്ങി. വന്ന് ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തിട്ട് അടുത്ത ഫ്ലൈറ്റ് ഞാൻ പോകും വിശാഖപട്ടണത്തേക്ക് കിടക്കുക. ഓടിപ്പോയി മീറ്റിങ്ങിന് പോകണം. ഞങ്ങൾ 3 ദിവസമായി ഓടി വരിക. കാരണം സമയമില്ല. ഓടി വന്ന് കസ്റ്റംസ് ക്ലിയർ ചെയ്തിട്ട് വരണം, അല്ലെങ്കിൽ കസ്റ്റംസിനകത്തൂടെ വേണം ഞങ്ങൾക്ക് എമിഗ്രേഷനകത്തൂടെ കയറി വരാൻ പറ്റും. കാരണം വേറെ രാജ്യത്തുനിന്ന് വരിക. ഓടി വന്നു. ഒന്നാമത്തെ പാസ്റ്റ് പോയി നിന്നപ്പം പറഞ്ഞു, നിങ്ങൾക്ക് പാസ്പോർട്ട് ഇല്ലാതാവും നിങ്ങൾ യാത്ര ചെയ്തേ. പറഞ്ഞു, ഞങ്ങൾ ട്രാവൽ ഡോക്യുമെന്റ് ആയിട്ട് എംബസി എന്ന നിങ്ങളുടെ പാസ്പോർട്ട് എന്ത് ചെയ്യും? നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന് എങ്ങനെ തെളിയിക്കാൻ പറ്റും? ഓ ഗോഡ്. ഞങ്ങൾക്ക് ട്രാവൽ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് സാധനമുണ്ട്. നേപ്പാളിൽ നിന്ന് വരുന്നതുകൊണ്ട് ഒരു ട്രാവൽ എംബസി എന്നേക്കുന്ന ട്രാവൽ ഡോക്യുമെന്റ് പറ്റത്തില്ല, മാറിയെന്നോളാൻ പറഞ്ഞു. അടുത്ത ആൾ വരാൻ പറഞ്ഞു. ഞങ്ങൾ ഫ്ലൈറ്റ് ഞങ്ങളുടെ അടുത്ത് രണ്ടാമത്തെ പാസ്റ്റ് ചെയ്തു. ഞങ്ങൾ 3 കൗണ്ടറാണ് നിൽക്കുന്നത്. രണ്ടാമത്തെ പാസ്റ്റ് ചെന്നപ്പം പറഞ്ഞു, എന്ത് ട്രാവൽ ഡോക്യുമെന്റ്? അടുത്ത ആൾ ചോദിച്ചു, ട്രാവൽ ഡോക്യുമെന്റ് എന്ത്? ഇതാ സാറേ ട്രാവൽ ഡോക്യുമെന്റ്. പാസ്പോർട്ട് എന്ത്? പാസ്പോർട്ട് ഇല്ല. മാറിയിരിക്കാൻ പറഞ്ഞു. മാറിയിരുന്നു. ഞാൻ അപ്പുറത്തെ കൗണ്ടറിലോട്ട് ചെല്ലുമ്പോൾ അവിടെ ഒരു വ്യക്തി ഇരിക്കുക. എനിക്കറിയാം എന്നോട് ഇദ്ദേഹം പറയത്തുള്ളൂ. പക്ഷേ ഞാനൊന്നും മിണ്ടാൻ പറ്റാതെ എൻ്റെ ഉള്ളിൽ ഞാൻ സ്റ്റക്കായിട്ട് കർത്താവേ എന്നുള്ള വിളിയും കൊണ്ടാണ് പോകുന്നത്. ചെന്നു. അവിടെങ്ങാണ്ടിരുന്ന ഒരു ഓഫീസർ, ഇവരുടെ ഹെഡ്, അദ്ദേഹം എഴുന്നേറ്റ് ഞാൻ നിന്ന കൗണ്ടറിലോട്ട് വരിക. അപ്പം ഞാൻ എൻ്റെ പേപ്പർ അങ്ങോട്ട് കൊടുക്കുക. അയാൾ കൗണ്ടറിലോട്ട് കയറി, ആ ഓഫീസർ കൗണ്ടറിലോട്ട് കയറി നിൽക്കുന്നത്. പറഞ്ഞു, വാട്ട് ഈസ് വെർ ഇസ് യുവർ ഡോക്യുമെന്റ്? ചോദിച്ചു. പാസ്പോർട്ട് തന്നെ. ഞാൻ പറഞ്ഞു, ഇത് ട്രാവൽ ഡോക്യുമെന്റ് എംബസി ആണെന്നാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷോമി. സീൽ ഇട്ട് ആൻഡ് ദിസ് ഇസ് ഓക്കെ, സീൽ ഇട്ട് ആൻഡ് സെൻഡ് ഇറ്റ് എന്ന് പറഞ്ഞു. ഇത് ഞാനാ പറഞ്ഞ ചെയ്തു കൊടുക്കാൻ. അദ്ദേഹം ഓഫീസർ പറയാ, ഞാനാ പറഞ്ഞ ചെയ്തു കൊടുക്കാൻ. ഇത് കണ്ടിട്ട് പോലും ഇല്ല.
അതിന് ഇവിടെ അദ്ദേഹത്തിന് ഇപ്പോൾ എഴുന്നേറ്റ് വരേണ്ട ആവശ്യമില്ല. ഇദ്ദേഹത്തിന് ഇപ്പോൾ എഴുന്നേറ്റ് വരേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് ഇവർ രണ്ടുപേരും കൂടെ എൻ്റെ പുറകെ വന്നു. അവർ രണ്ടും കൂടെ എൻ്റെ പുറകെ വന്നു. ഞങ്ങളുടെ 3 പേരുടെ ട്രാവൽ ഡോക്യുമെന്റ് അടിച്ചു തന്നു. ഞങ്ങൾ അടുത്ത മീറ്റിങ്ങിന് പോയി. ഞങ്ങളുടെ ഫ്ലൈറ്റിൽ ഞങ്ങൾ ഓടിപ്പോയി കയറി വിശാഖപട്ടണത്തിൽ ചെന്നു. രാത്രി പാരാത്രിക്ക് ഞങ്ങൾ വിശാഖപട്ടണത്തിൽ ചെന്നു. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി. തക്ക സമയത്ത് നീ 1 മിനിറ്റ് പോലും തെറ്റിക്കാതെ ദൈവത്തെ ഓണർ ചെയ്ത് വെച്ച് ദൈവം തക്ക സമയത്ത് നിനക്ക് വേണ്ടി കരുതും. ശൗലിന്റെ കാര്യത്തിലേക്ക് മടങ്ങി വരാം. ദൈവം ചോദിച്ചാടെ അപ്പുറത്ത് ഞാൻ കിട്ടുന്ന കാളയും കഴുതയുടെ മുക്കറയൊക്കെ എന്തുവാ? അതോ അത് ഞാൻ നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം ശബദാർപ്പിതത്തെ വേണോ യാഗം നടത്തി ദൈവം പ്രസാദിക്കാൻ? അന്നേരം ചോദിക്കുന്ന ചോദ്യമാണ്, ഇത് അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടിന്റെ മേധസ്സിനെക്കാട്ടും നല്ലതാണ്. നീ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവം പറയുന്നത്. അനുസരിക്കുന്ന യാഗം, ശ്രദ്ധിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ ഭയങ്കര ഒരു കാര്യം കേട്ടോ. പിശാച് നമ്മളെ ശ്രദ്ധിപ്പിക്കത്തില്ല. ശ്രദ്ധിക്കുന്നത് മുട്ടാടിന്റെ മേധസ്സിനെക്കാട്ടും നല്ലതാണ്. തലയെ കൈവച്ച് പ്രാർത്ഥിക്കണം, കർത്താവേ മറ്റൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിലും വചനം ശ്രദ്ധിക്കാൻ, ഗ്രഹിക്കാൻ എൻ്റെ തലയെ തുറക്കണേ, എൻ്റെ ചിന്തകളെ തുറക്കണേ, എൻ്റെ ചിന്തകളെ അഴുക്കെല്ലാം എടുത്ത് മാറ്റണേ, എനിക്ക് വചനം ഗ്രഹിക്കാൻ. ഗുഡ്. അന്ന് ഇപ്പൊ തന്നെ പ്രാർത്ഥിച്ചോ, നാളത്തേന് മാറ്റി വെക്കാതെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥിച്ചു, കർത്താവ് എൻ്റെ ബുദ്ധിയെ തുറക്കണേ, എൻ്റെ ബുദ്ധി ഒരു പ്രകാശമുള്ള ബുദ്ധിയാകട്ടെ, എൻ്റെ ബുദ്ധി ഒരു അനുഗ്രഹിക്കപ്പെട്ട ബുദ്ധിയാകട്ടെ. അന്നേരം തന്നെ പ്രാർത്ഥിച്ചോണം. അത് നല്ലൊരു സ്വഭാവമാണ്. അന്നേരം തന്നെ കർത്താവ് ആ കണക്ഷൻ അങ്ങ് പോകണം. ഒരു പറഞ്ഞു, അനുസരിക്കുന്ന യാഗത്തെക്കാൾ ശ്രദ്ധിക്കുന്ന മുട്ടാടിന്റെ മേധസ്സേക്കാളും. ഈ പുള്ളി ഇവന്റെ അഹങ്കാരത്തിൽ കയറി ശൗലിനെ കയറി പിടിച്ചു. ശമൂവേലിന്റെ വസ്ത്രം കയറിപ്പോയി. ശമൂവേൽ പ്രവാചകനാ. എനിക്ക് അങ്ങനത്തെ ഉള്ള പ്രവാചകന്മാരെ ഇഷ്ടമാണ്. ഇവൻ്റെ 500 രൂപ മേടിച്ചിട്ട് എന്നാ പിന്നെ മോനെ നീയല്ലേ, പോട്ടെ സാരമില്ല, ഒന്നുമില്ല. ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ വസ്ത്രം കീറിയതുപോലെ നിന്റെ രാജ്യത്തെ യഹോവ കീറിയിരിക്കും. നിന്റെ രാജ്യത്വം കീറിക്കളയും. രാജാവാണെന്ന് മോൻ നോക്കിയില്ല, നിന്റെ രാജ്യത്വം കീറിക്കളഞ്ഞേക്കുന്നത്. നിനക്ക് കൈവെക്കാനുള്ളതല്ല അഭിഷക്തൻ, നിനക്ക് കൈവെക്കാനും നിനക്ക് പന്ത് തട്ടാനുള്ളതല്ല ദൈവത്തിന്റെ അഭിഷക്തൻ. നീതിയോടെ നിൽക്കുന്ന അഭിഷക്തനോട് ദൈവം എഴുന്നേൽക്കും. പക്ഷെ ഈ അഭിഷക്തനായിരിക്കണം. 2 ജനത്തെയും കളിപ്പിച്ച് കളിപ്പീരും പരിപാടിയും കാണിച്ച് പൈസയും മേടിച്ച് അങ്ങനെയുള്ളവന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. നീതിയോടെ നിൽക്കുന്നവന് വേണ്ടി ദൈവം ഇറങ്ങി വരും. എന്നാൽ പോലും അവൻ കള്ളത്തരത്തിലാണേ പോലും ഉണ്ടല്ലോ, ദൈവത്തിന്റെ പേര് കിടക്കുന്നതുകൊണ്ട് ദൈവം ചിലപ്പം ഇടപെടും കേട്ടോ. പക്ഷെ ശമൂവേൽ അങ്ങനല്ലായിരുന്നു. എൻ്റെ വസ്ത്രം കീറിയേക്കുന്ന പോലെ നിന്റെ രാജ്യത്തെ യഹോവ കീറിക്കളഞ്ഞേക്കുന്നത്, നിന്നെക്കാട്ടിൽ ഉത്തമനായ നിന്റെ കൂട്ടുകാരൻ കൊടുത്തേക്കുന്നു പറഞ്ഞു. ദൈവം അത് പറയാനുള്ളതിന്റെ കാരണം അമാലേക്കിനോട് ചെയ്തതാ. അമാലേക്കിനോട് ചെയ്തു. ഇവിടെ നിന്ന് മാറട്ടെ. പിന്നെ ശമൂവേൽ ജീവപര്യന്തം ശൗലിനെ കണ്ടിട്ടില്ല. ചോദ്യം, ശൗൽ രാജാവും മോനും മരിക്കുന്നത് ആരുടെ വെട്ടുകൊണ്ടാണ്? നിന്നോട്, നിന്റെ കുടുംബത്തോട് ചിലതിനെ കൊല്ലാൻ പറഞ്ഞു. നീ കൊന്നോ? നീ കൊന്നില്ല. ആൻറ്റി ശൗലിനെ ആരാ കൊല്ലുന്നത്? അമാലേക്കൻ. എന്തോ നിന്നോട് തമ്പുരാൻ പറഞ്ഞു, നീ നെഗ്ലക്ട് ചെയ്തു. വില കൊടുത്തത് ഹെവി പ്രൈസാ കൊടുത്തത്. ഹെവി പ്രൈസ്. ശൗലിനെ കൊല്ലുന്നത് അമാലേക്കിനാ. ഇവനെ തുടച്ചു കളയാൻ പറഞ്ഞതാണോ? 40 വർഷം മുമ്പേ ഇവനെ തുടച്ചു കളയാൻ, 40 വർഷമല്ല, ഒരു 25-30 വർഷം മുമ്പേ പറഞ്ഞ പിന്നെ തുടച്ചു കളയാൻ പറഞ്ഞ ഏകദേശം ഒരു 20 വർഷത്തിനെങ്കിലും മുമ്പ് പറഞ്ഞ തുടച്ചു കളയാൻ പറഞ്ഞതാ. തുടച്ചു കളഞ്ഞില്ല. എന്തോ പറ്റി? ആ കുടുംബം ഇതേ പ്രശ്നത്തിൽ ചാത്തു. ശൗലിന് എല്ലാ ദൈവമക്കളും നിങ്ങളുടെ നേരെ ഒരു പൈസ, നമുക്കിന്ന് പോരാട്ടം ജഡരക്തങ്ങളോടല്ല, അതറിയാലോ. നിന്റെ നേരെ ഈ പഴയ നിയമത്തിൽ അമാലേക്കിനെ എഴുന്നേൽപ്പിച്ചു വിട്ടതുപോലെ ഉള്ള ആത്മമണ്ഡലത്തിൽ കിടക്കുന്ന പൈശാചിക ശക്തികൾ നിന്റെ കുടുംബത്തിനെതിരെ തലപൊക്കി വരുമ്പോൾ, അയ്യോ അന്നേരം എനിക്ക് ഉപവസിക്കാൻ പറ്റിയില്ല, അന്നേരം ഞാൻ ബിസി ആയിരുന്നു. നിന്റെ തലമുറകളുടെ ലൈഫിൽ അത് ഇരിക്കണമെങ്കിൽ നീ ഇന്നത് ചിലതിനെ പിഴുതുകളാണ്. നമുക്ക് ചോദ്യങ്ങൾ ഒത്തിരി ഉണ്ട്. യേശു കർത്താവ് കാൽവരി ക്രൂശിൽ സകലത്തെ ആയുധവർഗം വെപ്പിച്ചില്ലേ?
നമുക്കിനി പോരാട്ടം ഇല്ലല്ലോ മോനെ. ആ വചനം എന്തോ ആണെന്ന് നീ പഠിച്ചു നോക്കിക്കും. കൊലോസ് ലേഖനത്തിലെ വാക്യം അത്. എഫേസ് ലേഖനത്തിൽ പൗലോസ് എഴുതിയിട്ടുണ്ട് നിനക്ക് പോരാട്ടം ഉണ്ടെന്ന്. ഈ വേർഡിൻ്റെ ഒക്കെ അർത്ഥം അറിയാൻ വയ്യാത്തതുകൊണ്ടാണ്. നമ്മൾക്ക് എനിക്കെല്ലാം ഫ്രീ ആയിട്ട് കിട്ടണം, എനിക്കെല്ലാം ഒരു മെയ് അനങ്ങാതെ എനിക്ക് കാര്യങ്ങളെ കിട്ടണം. അങ്ങനെ നമ്മളെ പ്രസംഗിച്ചാക്കി തീർത്തു. അല്ല, പുതിയ നിയമത്തിലുള്ളവർക്കും പോരാട്ടമുണ്ട്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ആത്മാവിൽ ആരാധിക്കണം, അഭിഷേകത്തിൽ നിറയണം, തിരുവത്താഴ ശുശ്രൂഷ, ഇതൊക്കെ ഹോളി കമ്മ്യൂണിയനൊക്കെ വിശുദ്ധ ജീവിതം ഇമ്പോർട്ടൻ്റ്. ഇതൊക്കെ നിന്റെ ജീവിതത്തെ കർത്താവിന് വേണ്ടി കൂടുതൽ പ്രയോജനപ്പെടുത്തുന്ന വിശുദ്ധ ജീവിതം, ഹോളി കമ്മ്യൂണിയൻ, കൂട്ടായ്മ, വചനധ്യാനം, ആരാധന. കൃപയാ വിശുദ്ധ ജീവിതം ഒന്നും വേണ്ടാന്നേ. എന്തിനാ? ഹോളി ലൈഫ് വേണോ? വിശുദ്ധരായിട്ട് ജീവിക്കണോ? കൃപയല്ലേ? എന്ത് കർത്താവ് ക്ഷമിക്കത്തില്ലേ? എല്ലാം കർത്താവ് ക്ഷമിക്കത്തില്ലേ? നമ്മളെ പ്രസംഗിച്ച് എന്താക്കി തീർക്കുക? അശുദ്ധരാക്കി തീർക്കുക. പക്ഷെ എൻ്റെ ദൈവം വിശുദ്ധനാണ്. ബൈബിള് പറയുന്ന ദൈവം സത്യവാനും വിശുദ്ധനുമാണ്. അവൻ വിശുദ്ധനായ ദൈവമാണ്. നമ്മൾ ദൈവത്തെ എങ്ങനെ ആരാധിക്കേണ്ടിയേ? വിശുദ്ധിയോടെ ആരാധിക്കണം. വിശുദ്ധിയോടെ, കേട്ടോ. നമ്മുടെ ലൈഫിൽ ജഡമുണ്ട്, പക്ഷെ നമ്മൾ കർത്താവിന് പറയാം, കർത്താവേ എനിക്ക് വിശുദ്ധിയിലേക്ക് വളരണം. വിശുദ്ധി അത് നല്ല ക്യാരക്ടറാണ്. എവിടെയെങ്കിലും അബദ്ധം പറ്റി, നോ, അവിടെ കിടക്കല്ലേ, പുഷ്. കർത്താവ് എനിക്കിനിയും വളരണം, എനിക്കിനിയും കർത്താവിൽ വളരണം. അത് നല്ല ക്യാരക്ടർ. ദൈവം അതിനെ നിങ്ങൾ കരങ്ങളെ തട്ടി നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്ത് ചെയ്യും, കേട്ടോ. എഴുന്നേക്ക് മോനെ, നീ വീണെടുത്ത് കിടക്കാതെ എഴുന്നേക്ക്, വിശുദ്ധിയിൽ വളര്. ഞാൻ വിശുദ്ധനാകുന്നത് പോലെ നീ വിശുദ്ധനാക. ക്രിസ്തു എന്ന തലയോളം വളരെ. എത്ര നല്ല ദൈവമാണ് നമ്മുടെ ദൈവം. ഒന്ന് സ്തോത്രം ചെയ്ത കരങ്ങളെ ഉയർത്തി വിശുദ്ധിയിൽ വളരുക. ആരും നിന്നെ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിലും നിന്റെ ലൈഫിലെ വിശുദ്ധി, നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ അത് സോളിഡായിരിക്കണം. ഒരു രീതിയിലും അശുദ്ധിയോട് കോംപ്രമൈസ് ചെയ്യല്. നിന്റെ ഹൃദയം കൊണ്ട് പോലും ആശയങ്ങൾ കൊണ്ട് പോലും നീ കോംപ്രമൈസ് ചെയ്യല്. ദൈവം വെറുക്കുന്നതിനെ ദാറ്റ്സ് ഓക്കെ, ഡോണ്ട് സേ ദാറ്റ് ഈസ് നോട്ട് ഓക്കെ. നിന്റെ ഹൃദയത്തിനകത്ത് ബഹുമാനം വേണം, സ്നേഹം വേണം. പക്ഷെ അതിൽ ഉപരി എനിക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് അല്ല വേണ്ടിയത്, എൻ്റെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചു, കേട്ടോ. ദൈവം വിശുദ്ധനായിരിക്കുന്ന പോലെ ഞാൻ വിശുദ്ധനാകുക. പോട്ടെ, ശൗലിനെ വെട്ടിക്കളഞ്ഞു, കൊന്നുകളയാൻ നീ പറഞ്ഞതാ. ആർ യു ഗെറ്റിംഗ്? കൊന്നുകളയാൻ പറഞ്ഞതാ. ഇപ്പൊ ഇവനെ വെട്ടിക്കളഞ്ഞു. അത് കഴിഞ്ഞു. ദാവീദ് വന്നപ്പം, ശൗല് മരിക്കുന്നതിന് മുമ്പേ ദാവീദ് ഓട്ടമായിരുന്നല്ലോ. ദാവീദിനെ അമാലേക്ക് വിട്ടില്ല. സിക്ലാഗ് വന്ന് മൊത്തം ആക്രമിച്ച് മൊത്തം ദാവീദിന്റെ മൊത്തം നന്മയും സമ്പത്തിനെയും മൊത്തം കൊണ്ടുപോയി. ആര് കൊണ്ടുപോയി? അമാലേക്ക്. ദാവീദ് പോയി സിക്ലാഗിനെ ചുട്ടുകളഞ്ഞെന്ന അല്ലേ? അങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്? തീ വെച്ച് പിടിച്ചു. ദാവീദ് തിരിച്ചു പിടിച്ചോണ്ട് വന്നു. സകലത്തെ കൊന്നിട്ടില്ലായിരുന്നു, അമാലിയെ കൊന്നിട്ടില്ലായിരുന്നു, തിരിച്ചു പിടിച്ചോണ്ട് വന്നു. ഇത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ശലോമോൻ പോയി ആരെയൊക്കെ പോയി കല്യാണം കഴിക്കാൻ പറ്റുന്നതിനൊക്കെ പോയി കല്യാണം കഴിച്ചു. ഞാൻ അമാലിയക്കിന്റെ പേര് അതിനകത്ത് കാണുന്നില്ല. എല്ലാത്തിനെയും പോയി കല്യാണം, അമാലിയൊക്കെ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല. പോയി കല്യാണം കഴിക്കേണ്ട എല്ലാത്തിനെയും പോയി കല്യാണം കഴിച്ചു. ഇസ്രായേലിന്റെ രാജ്യത്തെ രണ്ടായിട്ട് പിരിഞ്ഞു. നിങ്ങൾക്ക് അറിയാലോ, ശൗല്, ദാവീദ്, ശലോമോന്. അത് കഴിഞ്ഞ് രണ്ടായിട്ട് തിരിഞ്ഞ് എല്ലാം കഴിഞ്ഞു. ആ ലിസ്റ്റൊക്കെ നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ. ഇസ്രയേല് മുമ്പേ പറഞ്ഞ പോലെ BC 606 പ്രവാസത്തിൽ പോയി. എവിടെ പോയി? പ്രവാസത്തിൽ, ബാബിലോണിയ പ്രവാസത്തിൽ കിടക്കാം. ദൈവം 1000 വർഷങ്ങൾക്ക് പുറകെ പറഞ്ഞു, ഇവനെ തൊട്ടച്ച് കളഞ്ഞോണം, നിന്റെ കുടുംബത്തിന് നല്ലതല്ല. നിങ്ങൾ ഒരു വാക്യം വായിച്ചു. ആഗാഗിനെ പിടിച്ചോണ്ട് വന്നല്ലോ. ആഗാഗിനെ ആര് പിടിച്ചോണ്ട് വന്നു? ശൗല് ആഗാഗിനെ പിടിച്ചോണ്ട് വന്നല്ലോ. ശമൂവേൽ പ്രവാചകൻ ആഗാഗിനെ കൊന്നുകളയുന്നു. ഒന്ന് വായിച്ചു നോക്കി. 1 ശമൂവേൽ 15 ശമൂവേൽ പറഞ്ഞു അവനെ ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞു, ആഗാഗിനെ കൊണ്ടുവരാൻ പറഞ്ഞു. 1 ശമൂവേൽ 15 ഗ്ലോറി, അവസാനത്തെ വാക്യങ്ങൾ.
32 വാക്യം. അനന്തരം ശമൂവേൽ അമാലേക്ക് രാജാവായ ആഗാഗിനെ ഇവിടെ എന്റെ അടുക്കൽ കൊണ്ടുവരുവിൻ എന്ന് കൽപ്പിച്ചു. ആഗാഗ് സന്തോഷഭാവത്തോടെ അവന്റെ അടുക്കൽ വന്നു. മരണഭീതി നീങ്ങിപ്പോയി എന്ന് ആഗാഗ് പറഞ്ഞു. നിന്റെ വാൾ സ്ത്രീകളെ മക്കളില്ലാത്തവരാക്കിയതുപോലെ നിന്റെ അമ്മയും സ്ത്രീകളുടെ ഇടയിൽ മക്കളില്ലാത്തവരാകും എന്ന് ശമൂവേൽ പറഞ്ഞു. ഗിൽഗാലിൽ വെച്ച് യഹോവയുടെ സന്നിധിയിൽ ആഗാഗിനെ തുണ്ടമായി വെട്ടിക്കളഞ്ഞു. ആര് വെട്ടിക്കളഞ്ഞു? ശമൂവേൽ. ശമൂവേൽ പ്രവാചകൻ ചെയ്യേണ്ട പണിയാണോ ഇത്? ശമൂവേൽ പ്രവാചകൻ ചെയ്യേണ്ട പണിയാണോ ഇത്? ആര് ചെയ്യേണ്ട പണിയായിരുന്നു? ശൗൽ. അവിടെ എഴുതിക്കുന്ന വേർഡ് കണ്ടോ? ഇസ്രയേലിന്റെ സ്ത്രീകളെ മക്കളില്ലാത്തവളാക്കിയതുപോലെ നിന്റെ വാൾ ഒത്തിരി സ്ത്രീകളെ മക്കളില്ലാത്തവളായി. എന്തുമാത്രം കുഞ്ഞുങ്ങളെ ഇവൻ കൂട്ടക്കൊരുതി കൊടുത്ത് ചെയ്തിട്ടുണ്ടോ അറിയാവോ? ഈ അമാലീക്കും അവന്റെ രാജാവും. കഴിഞ്ഞു. ഇസ്രയേലിന്റെ രാജ്യത്തെ രണ്ടായിട്ട് തിരിഞ്ഞു. എല്ലാം കഴിഞ്ഞു. പ്രവാസത്തിൽ പോയി. ഇസ്രയേലിൽ നിന്ന് വിട്ടിട്ട് പ്രവാസത്തിൽ പോയി. എവിടെ പോയി? ഇറാഖിൽ പോയി. ബാബിലോണിൽ പോയി. ഇറാഖിൽ അവിടെ കിടക്കുക. മേദ്യ പേർഷ്യ രാജ്യം ബാബിലോണിനെ തകർത്തു. മേദ്യ പേർഷ്യ രാജ്യം വന്ന് കയറി. മേദ്യ പേർഷ്യ രാജ്യം കയറി പിടിച്ചെടുത്ത് കഴിഞ്ഞ് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാ 486 വന്നപ്പം പ്രത്യേകം മേദ്യ പേർഷ്യ രാജ്യത്തിന്റെ വലിപ്പം ഭയങ്കരമായി. ആഫ്രിക്ക തൊട്ട് ഇന്ത്യ വരെയായി. യഹൂദന്മാരെ പിടിച്ചുകൊണ്ട് വന്ന യഹൂദന്മാർ ഇവിടെ കിടക്കുക. നിന്നെ പിടിച്ചുകൊണ്ട് വന്ന ഏതൊക്കെ സ്ഥലത്ത് പോയാലും നിന്റെ പ്രശ്നത്തെ മാറ്റാതെ ഞാൻ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ വന്നു. എൻ്റെ പ്രശ്നം മാറുമോ? കേരളത്തിൽ നിന്ന് ബാംഗ്ലൂരിൽ ഞാൻ ഹൈദരാബാദിൽ പോയി, ഡൽഹി പോയി, അമേരിക്ക പോയി, ഓസ്ട്രേലിയക്ക് പോയി, ഇംഗ്ലണ്ടിൽ പോയി, എൻ്റെ പ്രശ്നം മാറുമോ? എടാ, എവിടെ ചെല്ലുമ്പോഴും ആത്മമണ്ഡലത്തിൽ കിടക്കുന്ന എനിമി വേറൊരുത്തരെ നിനക്കെതിരെ എഴുന്നേൽപ്പിക്കും. ആത്മമണ്ഡലത്തിൽ കിടക്കുന്ന എനിമി. വേണ്ട, ഇസ്രയേൽ വിട്ടു. ഇറാഖിൽ ചെന്നു. ഇറാഖാണ് ബാബിലോൺ അല്ലെ ശൂഷൻ രാജധാനി ഉള്ളത്. ആ സ്ഥലം നോക്കി. ഇറാഖിൽ കിടക്കുക, ദൂരെ കിടക്കുക. അന്നേരം ഒന്നുണ്ട് ഒരുത്തം വന്നു. ആരാ? അവന്റെ പേര് അമാലീക്കിന്റെ പേര് ആഗാഗ്. ആഗാഗ്യനായ ഹമദയുടെ മകൻ ഹാമാൻ. ആഗാഗ് ഏത് ജാതി എന്നറിയാമോ? അമാലിക്ക് രാജാവിന്റെ ജാതി. അമാലിക്കൻ ഇപ്പൊ നേണ്ട് വന്നിട്ട് ഒറ്റയടിക്ക് മൊർദെഖായി നിന്നോടല്ല ദേഷ്യം. ഒറ്റ ദിവസം കൊണ്ട് മൊത്തം ഉണരെ അടിച്ചു കളയാൻ ഇവൻ പൂരീം എന്ന് പറഞ്ഞ ചീട്ടിട്ടു. എന്നാ ചീട്ടിടുന്ന അറിയാമോ? 1-ാം മാസം 13-ാം തീയതി ചീട്ടിട്ട് കണ്ടുപിടിച്ചു. ഇനി ചീട്ടിടുന്നതിൻ്റെയൊക്കെ ചരിത്രം ഞാൻ പിന്നീട് പറയാം. അവൻ്റെ ദൈവം അവൻ വെളിപ്പെടുത്തി കൊടുത്തു. എന്തോ ഈ മലയാളത്തിൽ കൂടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാ, മത്സ്യം, വരാഹം എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ നക്ഷത്രബലത്തിനകത്ത്. അതുകൊണ്ട് ആ കുന്തറാണ്ടമാണ് ഇത് വെളിപ്പെടുത്തി കൊടുത്തത്. നക്ഷത്രബലങ്ങളിൽ കൂടെ അവൻ്റെ അശുദ്ധ ശക്തി, ഇരുട്ടിൻ്റെ ശക്തി വെളിപ്പെടുത്തി കൊടുത്തു. ഇസ്രയേലിനെ എല്ലാത്തിനും ഒരുമിച്ച് കൊന്നുമുടിക്കേണ്ട പറ്റിയ ഡേറ്റ് കണ്ടുപിടിച്ചു. എന്നാ കണ്ടുപിടിച്ചേ? 1-ാം മാസം 13-ാം തീയതി കണ്ടുപിടിച്ചു. എന്നാ കൊന്നു കളയേണ്ടത്? 12-ാം മാസം 13-ാം തീയതി. 12-ാം മാസം 13-ാം തീയതി. ആര് പറഞ്ഞു കൊടുത്തു? പൂരെന്ന് പറഞ്ഞ ചീട്ടിട്ട് അവൻ കണ്ടുപിടിച്ചു. എന്ന് വെച്ചാൽ മഷിയിട്ട് കബഡി നിരത്തി നോക്കി. ഇന്നത്തെ നമ്മുടെ കൾച്ചറിൽ പറയാം. അവന്റെ ഭാഷയിൽ ദൈവങ്ങളുടെ കൂടെ ഇങ്ങനെ പറഞ്ഞു നോക്കി. ഇവനെ ആരാ നടത്തിക്കൊണ്ടിരുന്നേ? ഇവനെ ആരാ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്നേ? നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ചില ഡേറ്റുകൾ പിശാച് ഒപ്പിച്ചു വെച്ചേക്കുന്നതിനെ ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിന് ക്യാൻസലാണ്. 12-ാം മാസം 13-ാം തീയതി. ഇതിനകത്ത് ഡേറ്റിന്റെ മിസ്റ്ററി കിടക്കും. ഇന്ന് ഞാനത് പറയാൻ പോയ സമയം പോകും. ഭയങ്കര മിസ്റ്ററിയാണ്. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ഇരുന്നത് പഠിക്കുകയായിരുന്നു. ഡേറ്റിന്റെ മിസ്റ്ററി നോക്കിയേ. ആബീബ് 1-ാം മാസം. ആബീബ് അല്ലെങ്കിൽ നീസാൻ. കേട്ടോ, നീസാൻ 1-ാം മാസമാണ്. 13-ാം തീയതി ചീട്ടിട്ടു, കണ്ടുപിടിച്ചു. നിങ്ങൾ പറ, 1-ാം മാസം 14-ാം തീയതി
യഹൂദൻ്റെ ഒരു ഫീസ്റ്റാ. ഏത് ഫീസ്റ്റാ? അല്ലല്ല, പൂരീമല്ല, പെസഹ. 1-ാം മാസം 14-ാം തീയതി സന്ധ്യയ്ക്കാണ് പെസഹ. ആണോ? കേൾക്കുന്നുണ്ടോ? 1-ാം മാസം 14-ാം തീയതി സന്ധ്യയ്ക്കാണ് പെസഹ, പാസ് ഓവർ നടക്കേണ്ടത്. കേട്ടോ? പാസ് ഓവർ നടക്കേണ്ടത് 13-ാം തീയതി ചീട്ടിട്ട് കണ്ടുപിടിച്ചു. ഇനിയും 14-ാം തീയതി തൊട്ട് പെസഹയാ. 14 പെസഹ. 18-ാം തീയതി വരുമ്പോഴത്തേന് ബൈബിളിലെ കണക്ക് പ്രകാരം, എന്നെ ഓൺലൈനിൽ കൂടെ ഒക്കെ വാച്ച് ചെയ്യുന്നവർ, ഞാൻ എടുത്ത ടൈം ആൻഡ് സീസണിന്റെ ക്ലാസ് കണ്ടാൽ ഇതൊക്കെ മനസ്സിലാവും. ബൈബിളിൽ 18 എന്ന് പറഞ്ഞ ഡേറ്റ് പറഞ്ഞിട്ടില്ല. ആദ്യഫല കറ്റയുടെ പെരുന്നാളിന്റെ ഒരു ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസം എന്നാണ് പറഞ്ഞേക്കുന്നത്. ശബത്ത് കഴിഞ്ഞ അടുത്ത ദിവസം ഫസ്റ്റ് ഫ്രൂട്ട്. ആദ്യഫല കറ്റയുടെ പെരുന്നാൾ, ഫസ്റ്റ് ഫ്രൂട്ട് 18-ാം തീയതിയാ നടക്കേണ്ടത്. കണക്ക് പ്രകാരം വരുമ്പോൾ 18-ാം തീയതി നടക്കുക. 14-ാം തീയതി സന്ധ്യാസമയത്ത് എന്തോ നടക്കേണ്ടി? പെസഹ. കിട്ടുന്നുണ്ടോ? നോക്കി. എന്നാ ഇവൻ എഴുതുന്നേ? എന്നാ പറഞ്ഞ ദൈവമക്കളെ, ഇവിടെ ഞാനൊരു കണക്ക് 14, 15, 16, 17, 18 കിട്ടുന്നുണ്ടോ? ഈ കണക്ക് ഓർത്ത് ഇത്രയും ദിവസം ഗ്യാപ്പുണ്ട്. ഇത് നിങ്ങൾ പഠിച്ചെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. നമ്മളെല്ലാം പെസഹ വ്യാഴാഴ്ചയാന്ന് പറഞ്ഞുകൊണ്ടിരിക്കാവല്ല. ബൈബിളിൽ വ്യാഴാഴ്ചയാന്ന് പെസഹ നടത്തണമെന്നുള്ള ബൈബിളില്ല. ബൈബിളിൽ പെസഹ എന്ന് പറഞ്ഞിരിക്കുന്നത് 14 ഡേറ്റേ ഉള്ളൂ. നിങ്ങൾ ഈ ഡേറ്റ് ഓർത്ത് ഇതൊക്കെ പിന്നീട് പഠിക്കാം കേട്ടോ. 13-ാം തീയതി ചീട്ടിട്ടു. ആ ചീട്ടിന്റെ ഇട്ടിട്ട് അവൻ രസായനക്കാരെ വിളിച്ച് എഴുതിച്ചു, സ്ക്രൈബ്സിനെ വിളിച്ച് എഴുതിച്ചു കൊണ്ട് ഒട്ടിച്ചു. എല്ലായിടത്തോട്ടും അഞ്ചൽക്കാർ വശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തപാൽ മാർഗം കൊടുത്തയച്ചു. പെസഹായ്ക്ക് മുമ്പേ, പെസഹായുടെ തലേ ദിവസമാണ് നടക്കുന്നത്. ഇത് 13-ാം തീയതി കൊണ്ടുവന്ന് എല്ലായിടത്തും കൊണ്ടുവന്ന് ഒട്ടിച്ചപ്പം മൊർദെഖായി ഇത് കണ്ടു. എന്തുവാ മൊർദെഖായി കണ്ടെന്നറിയാമോ? 12-ാം മാസം 13-ാം തീയതി വരുമ്പോഴത്തേക്കിന് നിങ്ങളുടെ സംസ്ഥാനങ്ങളിലുള്ള രാജ്യത്തുള്ള മൊത്ത യഹൂദനെ ഒരെണ്ണത്തെ പോലും വെച്ചാക്കാതെ കുഞ്ഞുകുട്ടികൾ ആബാലവൃത്തം ഒറ്റയടിക്ക് വംശഹത്യ ചെയ്തേക്കാൻ. ജെനിസൈഡ്, വംശഹത്യ ചെയ്തേക്കാൻ. എന്നാ 12-ാം മാസം, 1-ാം മാസം എഴുതിയേ 12-ാം മാസം എന്ന് വെച്ചാൽ ജാനുവരിയിൽ എഴുതി 12-ാം മാസം എത്തിയപ്പോഴത്തേന് ഡേറ്റ് തീരുമാനിച്ചു. ഇവരെ മൊത്തം മുടിച്ചു കളയുന്ന ഡേറ്റ് അതാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഇത് മൊർദെഖായിയുടെ കൈ കിട്ടി. മൊർദെഖായി വസ്ത്രം കീറി, രട്ടുടുത്ത്, താൻ വാതിൽ കാവൽക്കാരനാ, താൻ കൊട്ടാരത്തിന്റെ അവിടെ വരെ ചെന്നു. അകത്തോട്ട് കയറാൻ പറ്റത്തില്ല, രട്ടുടുത്തോണ്ട്. താൻ കരഞ്ഞ് നിലവിളിച്ചു. ആരോ പോയി എസ്തേറിനോട് പറഞ്ഞു, ദേ നിന്റെ ചിറ്റപ്പൻ ദേ അവിടെ ഇരുന്ന് കരയ്യ. ഒരാൾ നിലവിളിക്കുന്നു. അവൻ നിലവിളിച്ചുകൊണ്ടിരിക്കുക, മൊർദെഖായി. എസ്തേർ ഇത് അറിഞ്ഞിട്ട് എസ്തേറിന് സഹിക്കാൻ വയ്യ. കാരണം എസ്തേറിന് ക്യൂനായി തീർന്നതിന് ശേഷം ബൈബിള് പറയുന്നത് എസ്തേർ മൊർദെഖായി പണ്ട് പറഞ്ഞതുപോലെ താൻ അനുസരിച്ചത്. ക്യൂനായിട്ട് പണ്ട് ഈ ചിറ്റപ്പൻ പറഞ്ഞത് എങ്ങനെ അനുസരിച്ചോ അതുപോലെ ഇപ്പോഴും അനുസരിച്ചത്. എന്തോ ക്വാളിറ്റി അല്ലേ? നമ്മളെങ്ങാണാണെങ്കിൽ ഒരു 50,000 രൂപയുടെ സാലറി മേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അപ്പനെയും കേൾക്കത്തില്ല, അമ്മയും കേൾക്കത്തില്ല, പിന്നെ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല. പക്ഷെ മൊർദെഖായി എങ്ങനെയായിരുന്നു? അല്ലെ, എസ്തേർ എങ്ങനെയായിരുന്നു? ക്യൂനായിട്ടും തൻ്റെ അടുക്കൽ മൊർദെഖായിയുടെ അടുക്കൽ വളർന്നതുപോലെ പിന്നെയും മൊർദെഖായി അനുസരിച്ചത്. അനുസരിച്ചത്. ഞാൻ പിള്ളേരെ പഠിപ്പിക്കാൻ പറഞ്ഞു, നിങ്ങളൊരു IAS ഓഫീസർ ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപ്പനെയും അമ്മയും പിന്നെ അനുസരിക്കുമോ? ഇല്ല. എവിടെയാ? ബഹുമാനിക്കോ? ഇല്ല. നമുക്ക് ചിലർക്ക് പണം കിട്ടാത്തതിനായി സ്തോത്രം, ചിലർക്ക് പൊസിഷൻ കിട്ടാത്തതിനായി സ്തോത്രം, അല്ലേ? പോട്ടെ. എസ്തേർ ഡ്രസ്സ് കൊടുത്തു വിട്ടു. 14-ാം തീയതിയായി ഞാൻ ബൈബിള് പഠിച്ചതനുസരിച്ച് കൊടുത്തുവിടും. കാരണം പെസഹായുടെ അന്ന്, പെസഹ യഹൂദന്മാർക്ക് മൊത്തം പെസഹായ. പക്ഷേ ദുഃഖം വന്നു. പെസഹായുടെ അന്ന് ഡ്രസ്സ് കൊടുത്തു വിട്ടു. മൊർദെഖായി എനിക്ക് വേണ്ട ഡ്രസ്സ് എന്ന് പറഞ്ഞു. ഡ്രസ്സ് തിരിച്ചു കൊടുത്തു വിട്ടു. എസ്തേർ കൊടുത്തു, എന്താ മൊർദെഖായി ഡ്രസ്സ് സ്വീകരിക്കാൻ? വീണ്ടും ആളിനെ വിട്ടു. എന്താ കാര്യം? മൊർദെഖായി പറഞ്ഞു, തൻ്റെ ഒരു പകർപ്പെടുത്തിട്ട് ഈ പകർപ്പിൻ്റെ ഒരു കോപ്പി എടുത്തിട്ട് പറഞ്ഞു, അന്നേരം പറയുന്ന, നീ ഇപ്പൊ സിംഹാസനത്തിൽ ഇരിക്കുന്നത് കൊണ്ട് എല്ലാ യഹൂദന്മാരിലും വെച്ച് നീ രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് രക്ഷ വേറെ എവിടുന്നേലും വരും. നീയും നിന്റെ പിതൃഭവനും നശിച്ചു പോകും.
നശിച്ചു പോകും. ചിറ്റപ്പനാ പറയുന്നത്, പുള്ളി അതേ കുലത്തിലുള്ളതാണ്. നീയും നിന്റെ പിതൃഭവനും നശിച്ചു പോകും. ഇങ്ങനെ ഒരു കാലത്തേക്കിന് വേണ്ടിയിട്ടല്ലായിരിക്കുമോ നിന്നെ ദൈവം രാജസ്ഥാനത്താക്കിയിരിക്കുന്നത്? നിങ്ങളെന്നും ഓർത്തോ, ദൈവം നിങ്ങൾക്ക് കഴിവ് തരുന്നത് മറ്റൊരാളെ ഉപദ്രവിക്കാനല്ല. ദൈവം നിങ്ങൾക്ക് കഴിവ് തരുന്നത്, ദൈവം നിങ്ങൾക്ക് നന്മ തരുന്നത് തൻ്റെ രാജ്യത്തിൻ്റെ മഹത്വത്തിന്. നിന്നെ കയറ്റി ഇരുത്തിയത് മറ്റുള്ളവനെ ചവിട്ടാനല്ല കേട്ടോ. ദൈവം ചിലരെ കഴിവ് തരും മറ്റുള്ളവരെ ഉയർത്താനും സപ്പോർട്ട് ചെയ്യാനും വേണ്ടി, മറ്റൊരാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കഴിവ് വന്നു, എന്നാൽ പിന്നെ രണ്ടെണ്ണം ഞാൻ പഴയ കുറേ കണക്കുകൾ തീർക്കാൻ വേണ്ടി കാണിച്ചു തന്നേക്കാം. തരത്തുമില്ല, അവിടെ തന്നെ ഇരിക്കത്തുമില്ല. ദൈവം നിനക്ക് കഴിവ് തരുന്ന താഴ്മയോടെ ജീവിച്ചാൽ അത് നിനക്ക് ഉയരാം, ഇല്ലെങ്കിൽ അത് തന്നെ നിന്നെ നശിപ്പിക്കും. ഇത് തീയ. ഈ കാലത്തേക്കിനല്ലയോ നിന്നെ കർത്താവ് ഇരുത്തിയേക്കുന്നത് ആർക്കറിയാം? നീ മിണ്ടാതിരിക്കല്ലോ. മൊർദെഖായി എസ്തേറിന്റെ അടുക്ക പോയി ആള് പറഞ്ഞു. 15-ാം തീയതി ആള് വന്നു, വീണ്ടും ആള് വന്നു, പറഞ്ഞു ശരി, ഞാനും എൻ്റെ തോഴിമാരും ഇന്ന് തൊട്ട് ഉപവസിക്കാം. 15-ാം തീയതി എന്ന് പറയുന്നത് കേട്ടോ. ഞാനും എൻ്റെ തോഴിമാരും, നിങ്ങൾ കണ്ടേ, ഞാനും എൻ്റെ തോഴിമാരും ഉപവസിക്കാം. 14-ാം തീയതി കഴിഞ്ഞു, 15-ാം തീയതി പറയാം, ഞാനും എൻ്റെ തോഴിമാരും 3 ദിവസം ഉപവസിക്കാം. 3-ാം ദിവസം ഞാൻ രാജാവിൻ്റെ അടുക്ക ചെല്ലാം. പക്ഷെ 1 മാസത്തേക്ക് എനിക്ക് രാജാവിൻ്റെ അടുക്ക ചെല്ലാൻ പ്രമാണമില്ല, പെർമിഷനില്ല. പക്ഷെ ഞാൻ മരിക്കുന്നെങ്കിൽ ഞാൻ മരിക്കട്ടെ, ഞാൻ നശിക്കുന്നെങ്കിൽ നശിക്കട്ടെ, ഞാൻ ചെന്നോളാം. കാരണം എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ചെന്നോളാം. നിങ്ങളെന്നും ഓർത്തോളാം, നിങ്ങളെ ആക്കുന്നത് തൻ്റെ ജനത്തെ ശുശ്രൂഷിക്കാനാണ് കേട്ടോ. ദൈവമാക്കുന്നത് ദൈവത്തിൻ്റെ ജനത്തിനെ ശുശ്രൂഷിക്കാനാണ്. അതുവഴിയാണ് നിന്റെ മേൽ ഗ്ലോറി വെളിപ്പെടുന്നത്. അയ്യോ, എൻ്റെ ലൈഫിൽ ഇതൊക്കെ ചിലത് മാറ്റം വന്നു. ഞാൻ ഇടയ്ക്കൊക്കെ ചിന്തിക്കുക, എൻ്റെ ഫാദർ മിലിറ്ററിയിലായിരുന്നു. എൻ്റെ ചെറുപ്രായം തൊട്ട് എനിക്ക് ഇഷ്ടം പോലെ ഷൂസ് ഉണ്ടായിരുന്നു. കാരണം മിലിറ്ററിയിൽ നിന്ന് പപ്പായ്ക്ക് ഷൂസ് കിട്ടും, അവിടെ നിന്ന് വരുമ്പോഴേ മിലിറ്ററി ഷൂസ്. എൻ്റെ സ്കൂളിലൊക്കെ പോകുമ്പോൾ ഞാൻ വെറൈറ്റി ടൈപ്പ് ഷൂസ് ഇട്ടുണ്ടാകും പോകുന്നത്. മിലിറ്ററി ടൈപ്പ് കൊണ്ടുവന്ന ഷൂസാണ്. കമ്പിളി, റജായി, ബെഡ്റോൾ, എവറിത്തിങ് ആണ് വീട്ടിലുണ്ട്. കാരണം പപ്പായ്ക്ക് മിലിറ്ററിയിൽ നിന്ന് എല്ലാ സാധനങ്ങളും കിട്ടും. അപ്പം ഞാൻ ഈ ഷൂസൊക്കെ ഇട്ടുകൊണ്ട് പോകുമ്പോൾ എൻ്റെ സ്കൂളിലുള്ള പിള്ളേരും ചോദിക്കട്ടെ, ഇതൊക്കെ PT ഷൂ വേറെ, അല്ലാത്ത ഷൂ വേറെ, ജോഗിങ് ഷൂ വേറെ, അല്ലാത്ത ബൂട്ട് വേറെ, എങ്ങനെ ഉണ്ടായിരുന്നു. ഒരു കംഫർട്ടബിൾ ലൈഫ് പോലെ, ഒരു മാന്യമായിട്ടൊരു ലൈഫ് പോലെ ഞങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കാം. എൻ്റെ ഫാദർ മിലിറ്ററിയിലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. സെൻട്രൽ ഗവൺമെൻറ്റിന് കാശ് കിട്ടും. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വന്നു. ഞാൻ കിടന്നത് ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ കംഫർട്ടെല്ലാം വിട്ട് വരുമ്പോൾ ഞാൻ കിടക്കുന്നത് പായല. എനിക്ക് കമ്പിളി മേടിക്കാനില്ല. പായൽ, നിലത്തൊരു പായിട്ട് കിടന്നിട്ട് എൻ്റെ പുറം തണുത്തിട്ട് എനിക്ക് കഫം കയറിക്കൊണ്ടു. ജോലിക്ക് പോകാൻ വയ്യാതായി. മഴ പെയ്താലാണ്ടി, മഴ പെയ്യുന്നത് വെള്ളം എൻ്റെ എനിക്ക് വേറെ കിടക്കാൻ സ്ഥലമില്ല, വെള്ളം വീഴും. ഞാൻ അന്നൊക്കെ തീരുമാനിച്ചു, എൻ്റെ ദൈവം, എൻ്റെ ഉറക്കത്തെ ആരെങ്കിലും ബുദ്ധിമുട്ടിച്ച് എനിക്ക് ഭയങ്കര ദേഷ്യം, ഭയങ്കര വാശിയാണ്. ഉറക്കത്തെ ബുദ്ധിമുട്ടിച്ച ഞാൻ തീരുമാനിച്ചു, ഇങ്ങനെയൊക്കെ പോയാൽ എങ്ങനെ പോകും? ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണം. എൻ്റെ വിളി അങ്ങനെയാണെന്ന് തോന്നുന്നു. ഇതെല്ലാം ഞാൻ സഹിച്ചേ പറ്റും. കംഫർട്ട് മാറ്റി വെച്ചു. ഇന്ന് എനിക്ക് എവിടെ കിടക്കാൻ തന്നെ, ട്രെയിനിൽ മിക്കവാറും കിടക്കും രാത്രി. അങ്ങോട്ട് ട്രെയിനിൽ പോയി തിരിച്ച് ഇങ്ങോട്ട് ട്രെയിനിൽ കിടക്കുക, പോകുന്നിടത്ത് പോയി കിടക്കുക, തരുന്നത് കഴിക്കുക, ആരോടൊരു കംപ്ലൈൻ്റ് ഇല്ല. എൻ്റെ കംഫർട്ട് നോക്കിയല്ല കർത്താവിൻ്റെ വേല. എൻ്റെ കംഫർട്ട് നോക്കിയല്ല. കർത്താവിൻ്റെ വേലയ്ക്കാണോ സാക്രിഫിഷ്യൽ ഇറങ്ങിക്കോണം. സാക്രിഫിഷ്യൽ. മടങ്ങി വരാം. നോക്കിയേ, 15-ാം തീയതി പറഞ്ഞു, ഞാൻ നശിക്കുന്നെങ്കിൽ ഞാൻ നശിക്കട്ടെ, ജനത്തിനു വേണ്ടി ഞാൻ കയറി ചെല്ലാം. 15-ാം തീയതി തൊട്ട് ഫാസ്റ്റിംഗ് തുടങ്ങി. ആരൊക്കെ? യഹൂദന്മാർ മൊത്തം. എസ്തേർ ഫാസ്റ്റിംഗ്, 15-ാം തീയതി ഫാസ്റ്റിംഗ്, 16-ാം തീയതി ഫാസ്റ്റിംഗ്, 17-ാം തീയതി എത്തിയപ്പോൾ 3-ാം ദിവസം എത്തി. നിങ്ങൾ കിട്ടുന്നുണ്ടോ? 17-ാം തീയതി എത്തിയപ്പോൾ 3-ാമത്തെ ദിവസം എത്തി. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? 3-ാം ദിവസം കിട്ടി. എസ്തേർ രാജാവിൻ്റെ അന്തഃപുരത്തിൽ ഉലാവാൻ തുടങ്ങി. പെട്ടെന്ന് പൊൻചെങ്കോൽ നീട്ടി. രാജ്ഞി പോയി അതിൻ്റെ അറ്റം തൊട്ടു. രാജ്ഞിയോട് ചോദിച്ചു, രാജ്ഞി എന്താ നിന്റെ ആഗ്രഹം? നിനക്ക് രാജ്യത്തിൻ്റെ പകുതിയോളമാണെങ്കിൽ ഞാൻ തരാം, എന്താ ആഗ്രഹം? രാജ്ഞി പറഞ്ഞു, യജമാനന് തിരുവുള്ളമുണ്ടെങ്കിൽ, രാജാവിന് തിരുവുള്ളമുണ്ടെങ്കിൽ ഞാൻ ഒരുക്കിയൊരു ഫീസ്റ്റ് ഉണ്ട്, ആ ഫീസ്റ്റിന് അങ്ങ് വരണേ. അങ്ങ് മാത്രമല്ല വരണേ, ഞാൻ ഹാമാനെ പ്രത്യേകിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഹാമാനെ കൂടെ പ്രത്യേകിച്ച് കൊണ്ടുവരണമെന്ന് പറഞ്ഞു.
ഹാമാനെ കൂടെ കൊണ്ടുവന്നു. ഹാമാൻ ഒന്നാമതേ പുള്ളി സ്പ്രിങ്ങില്ല. ഹാമാനെ കൂടെ കൊണ്ടുവരാന്ന് പറഞ്ഞു. രണ്ടുപേരും കൂടെ. പുള്ളി ഓർത്ത് കേട്ടോ, നിങ്ങളെ ആരെയും വിളിച്ചില്ല, എന്നെ മാത്രമേ വിളിച്ചുള്ളൂ അല്ലേ. ബിക്താനെ മെമ്മൂറാനെ അങ്ങനെയുള്ള ഒരുത്തരെയും വിളിച്ചില്ല, എന്നെ മാത്രം. പോയി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ചെന്നു. രാജ്ഞിയുടെ ഫീസ്റ്റിന് അങ്ങോട്ട് ചെന്നു. രാജ്ഞി ബുദ്ധിയുള്ളവളായിരുന്നു കേട്ടോ. രാജ്ഞി എന്തോ ഉള്ളവളായിരുന്നു? ബുദ്ധി. രാജ്ഞി വളരെ നല്ലതായിട്ട് സെർവ് ചെയ്തു, എല്ലാം സെർവ് ചെയ്തു. രാജാവ് ചോദിച്ചു, രാജ്ഞി എന്തിനാ നീ ഇത് ചെയ്യുന്നത്? എന്താ? നാളെയും കൂടെ ഫീസ്റ്റിന് വന്നാൽ നാളെ പറയാമെന്ന്. നാളെയും കൂടെ എന്തിനാ? നാളെയും കൂടെ ഒന്ന് ഫീസ്റ്റ് എന്ന് പറഞ്ഞാൽ അറിയാം. ആ എസ്തേറിന് അറിയാം നാളെ ആദ്യഫല കറ്റയുടെ പെരുന്നാളാണ്. എൻ്റെ രീതി പറഞ്ഞ ഞാൻ ദൈവവചനം പഠിച്ചിട്ട് എസ്തേറിന്റെ ഹൃദയം, എസ്തേർ സഭയ്ക്ക് തുല്യനാണ്. എസ്തേർ സഭയുടെ തുല്യനായിട്ട് കാണിക്കുന്നതാ. എസ്തേർ സഭയുടെ, കാരണം മണവാളനായ രാജാവിൻ്റെ അടുക്ക ചെല്ലാൻ പ്രിപ്പറേഷൻ ചെയ്ത മണവാട്ടിയ ആരാ? എസ്തേർ. സഭയെ ചിത്രീകരിക്കുന്ന, സഭയുടെ നാഥന്റെ ഉയർത്തെഴുന്നേപ്പ. ഏതാ? ആദ്യഫല കറ്റയുടെ പെരുന്നാൾ. ഇതൊക്കെ സ്പിരിച്വലി പരിശുദ്ധാത്മാവ് എസ്തേറിനെ ഗൈഡ് ചെയ്യുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എസ്തേറിനെ ഗൈഡ് ചെയ്യുക. എസ്തേർ പറഞ്ഞു, നാളെ ഞാൻ പറയാം, നാളെ വരാൻ പറഞ്ഞു. ഫീസ്റ്റ് കഴിഞ്ഞ് പോയി. അന്ന് പോകുമ്പോഴാ പുള്ളിയെ സല്യൂട്ട് അടിക്കുന്നില്ല. ആര്? മൊർദെഖായി. ഇത്രയും ഫംഗ്ഷൻ വേണ്ടി ആ പുള്ളി സല്യൂട്ട് അടിക്കുന്നില്ല. ഇത് കണ്ടിട്ട് പുള്ളിക്ക് സഹിക്കാൻ വയ്യ. നേരെ പുള്ളിയുടെ വീട്ടിലോട്ട് കയറി ചെന്നു. പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ പേര് സേരസ് എന്നാണ്. സേരസിനോട് ഈ കാര്യം പറഞ്ഞു. എനിക്ക് ഇത്ര, എന്നെ എസ്തേർ മാത്രമേ വിളി, എന്നെ മാത്രമേ വിളിച്ചോളൂ, വേറെ അവിടെ എന്തുമാത്രം ആൾക്കാരുണ്ട്, എന്നെ മറ്റാരെ വിളിച്ചില്ല, എന്നെ വിളിച്ചു. പക്ഷെ ഇതൊക്കെ കണ്ടിട്ട് എനിക്കൊരു സമാധാനമില്ല. മൊർദെഖായി അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ആ സേരസ് ഭാര്യ പറഞ്ഞു കൊടുത്തേ, നിങ്ങൾ എന്തിനാ നിങ്ങളുടെ പവർ യൂസ് ചെയ്യും, അവനെ അങ്ങ് തൂക്കിക്കളയാൻ പറഞ്ഞു. 50 മുഴമുള്ള കഴുകുമരം ഉണ്ടാക്കാൻ പറഞ്ഞു. പുള്ളി ഒരു കൊള്ളാം, നല്ല ഐഡിയ. ഈ ഭാര്യ പറഞ്ഞു കൊടുത്ത ഐഡിയ, ബാക്കി പിന്നെ കാണിക്കാം. ഐഡിയ പറഞ്ഞു കൊടുത്തു, ഒരു കഴുകുമരം. എന്തിനാ 50 മുഴ ഉയർന്നുള്ള കഴുകുമരം എന്നറിയാമോ? ശൂഷൻ രാജധാനിയുടെ പട്ടണത്തിൽ നാട്ടിയാൽ, പുള്ളിയുടെ വീട്ടിൽ നാട്ടിയാൽ എവിടെ നിന്ന് നോക്കിയാൽ ഈ കഴുകുമരം കാണാം. ഇവൻ തൂങ്ങി നിന്ന് മൊർദെഖായി ആടുന്നത് കാണാം. അപ്പൊ ആൾക്കാർ ചോദിക്കണം, ഇതെന്ത് പറ്റി? അയ്യോ, ഹാമാനെ ബഹുമാനിച്ചില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. എല്ലാവരും പേടിച്ചു. ഇന്ന് തല കുടിച്ചെങ്കിൽ നിലമ്പാട് വീണ് പോകും. ആര് പറഞ്ഞു കൊടുത്ത ഐഡിയ? ഭാര്യ സേരസ്. 50 മുഴ ഉയരമുള്ള, 50 മുഴ ഉയരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നിന്ന് നോക്കിയാലും കാണും. നല്ല ഹൈറ്റുള്ള ഒരെണ്ണം വെക്കണം. കാരണം പട്ടണത്തിൽ നിന്ന് എവിടെ നിന്ന് ഏത് ദിശയെ നോക്കിയാലും ഈ കഴുകുമരത്തെ കിടക്കുന്നത് കാണണം. രാത്രി തന്നെ പുള്ളി ചെയ്തു. രാജാവിൻ്റെ ഉറക്കം പോയി. ഇതൊക്കെ ഞാൻ പിന്നീട് പറയാം. പിറ്റേ ദിവസം രാവിലെ എന്ന് പറഞ്ഞാൽ എന്നാ? 18-ാം തീയതി രാവിലെ, ആദ്യഫല കറ്റയുടെ അന്ന്. അത് ഉയർപ്പിനെ കാണിക്കുന്നതാ കേട്ടോ, ഉയർപ്പിനെ കാണിക്കുന്നതാ. ഒരു ഭയങ്കര വിഷയം. എനിക്ക് ഇന്ന് അങ്ങനെ അത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. രാജാവിന് 17-ാം തീയതി രാത്രി ഉറക്കം വന്നില്ല. കണക്ക് കിട്ടുന്നുണ്ടോ? 17-ാം തീയതി രാത്രി രാജാവിന് ഉറക്കം വന്നില്ല. 17-ാം തീയതി പുള്ളി കഴുകുമരം ഉണ്ടാക്കുക മൊർദെഖായിക്ക് വേണ്ടി. ദൈവം കാര്യങ്ങളെ തിരിച്ചു. രാജാക്കന്മാരുടെ മീതെ മഹാരാജാവ് ഉയരത്തിലുണ്ട്. അത് നമ്മൾ മറന്നുപോകരുത്. വൈദ്യന്മാർക്ക് മീതെ ഭയങ്കര വൈദ്യൻ ഉയരത്തിലുണ്ട്. സകലത്തിന് മീതെ ദൈവമുണ്ട് കേട്ടോ. എന്നിട്ട് 18-ാം തീയതി രാവിലെ എത്തിയപ്പോൾ മൊർദെഖായിയെ തൂക്കിക്കളയാൻ കഴുകുമരം എല്ലാം റെഡിയായി. രാത്രി തന്നെ ചോദിക്കാൻ വേണ്ടി ചെന്നതാ. രാജാവ് കാര്യങ്ങളെയൊക്കെ ദൈവം തിരിച്ചു പറിച്ചു. അവസാനം മൊർദെഖായിയെ കുതിരപ്പുറത്ത് കയറ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ ഞാൻ പിന്നീട് ചരിത്രങ്ങൾ എടുക്കാം. ഇതങ്ങോട്ട് കഴിഞ്ഞ് വീട്ടിലോട്ട് അങ്ങോട്ട് ചെന്ന് സേരസിനോട് കാര്യം, നിങ്ങൾ രാവിലെ പോയതാണെന്നുള്ള, ലേറ്റായി പോയെന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല, കാര്യങ്ങളെല്ലാം തിരിച്ചു പറഞ്ഞു. മൊർദെഖായിയെ കൊണ്ട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ഞാൻ നടക്കേണ്ടി വന്നു. അപ്പൊ ഈ സേരസ് പറഞ്ഞത്, ഇന്നലെ രാത്രി ആ സ്ത്രീ പറഞ്ഞതാ, കഴുകുമരം ആ പുള്ളിക്ക് ഉണ്ടാക്കിയോളെ. പിറ്റേ ദിവസം രാവിലെ പറയാ, അവൻ ഒരു യഹൂദനാണെങ്കിൽ നിങ്ങൾ അവനെ ജയിക്കത്തില്ല, നിങ്ങളെ വീഴ്ച തുടങ്ങിയത്. ഇന്നലെ എന്തോ ഈ സ്ത്രീ പറഞ്ഞേ? ഇന്നലെ പറഞ്ഞെന്തോ? അവനെ തൂക്കിക്കളയാൻ കഴുകുമരം ഉണ്ടായിക്കോളെ. ഇപ്പൊ ഇന്നെന്തോ പറയുന്നത്? 24 മണിക്കൂർ കഴിഞ്ഞേ ഉള്ളൂ. 24 മണിക്കൂർ കഴിഞ്ഞപ്പോ അവനൊരു യഹൂദനാണെങ്കിൽ നിങ്ങൾ അവനെ ജയിക്കത്തില്ല, നിന്റെ വീഴ്ച തുടങ്ങിയത് കണ്ടോ. ഇവൻ എന്തോ ഇടി വെട്ടിയിട്ട് വന്നതാ, പാമ്പ് കടിച്ചിട്ട് വന്ന അവന്റെ തല ഇടിയും കൂടെ വെട്ടി. അവിടെ നിൽക്കി വന്നിട്ട് നേരെ ഫീസ്റ്റിന് പോയി.
രാജ്ഞിയുടെ ഫീസ്റ്റ് രാവിലെ പോയി. ഉയർപ്പിന്റെ ഉയർപ്പിനെ ചിത്രീകരിക്കുന്ന ആദ്യ ബലക്കാറ്റയുടെ പെരുന്നാളാണ്. അങ്ങോട്ട് ചെന്നു. ഫീസ്റ്റിന് അങ്ങോട്ട് ഇരിക്കുമ്പോഴേ രാജ്ഞി പറയുന്നുണ്ട്, ഇവനാ ആ കള്ളൻ, ഇവനാ കള്ളൻ, ഞങ്ങളെ വിറ്റ് കളഞ്ഞ് മുടിച്ചു കളയാൻ രാജാവിനോട് കാര്യം പറഞ്ഞു. ഇവൻ രാജാവിനോട് പറഞ്ഞ മൊത്തം പോഷത്വമായിരുന്നു. ആര്? ഹാമാൻ പറഞ്ഞത്. രാജാവ് പറഞ്ഞു ഇവനെ തൂക്കി, ആരാണ്ട് വന്ന് പറഞ്ഞു മൊർദെഖായിക്ക് വേണ്ടി കഴുകുമരം ഉണ്ടാക്കി ആദ്യം തന്നെ തൂക്കിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. ഞാനിവിടെ കൊണ്ട് നിർത്തുക. തൂക്കിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. നോക്കിയേ, ഉയർപ്പിന്റെ പകലിൽ മൊർദെഖായിയും എസ്തേറും സഭ ഉയർത്തെഴുന്നേറ്റു. സഭയുടെ നാഥൻ ഉയർത്തെഴുന്നേറ്റു. ആത്മമണ്ഡലത്തിൽ ശക്തിയെ തകർത്തു. പെസഹ സംഹാരകനെ തകർക്കുന്നതാ. വല്ലതും പിടുത്തം കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? പെസഹ എന്തിനെ തകർക്കുന്നതാ? സംഹാരകനെ. പുറപ്പാട് 12 ഈജിപ്തിന്റെ 1500 വർഷം 1000 വർഷം മുമ്പേ പെസഹ കുഞ്ഞാടിന്റെ രക്തത്തിനകത്ത് എന്തോ ദൈവം പറഞ്ഞ്, സംഹാരകൻ നിന്നെ തൊടാതിരിക്കണമെങ്കിൽ രക്തത്തിന്റെ അകത്ത് മറ. അതിനാണ്ടി വല്ല പിടുത്തം കിട്ടുന്നുണ്ടോ? സംഹാരകനെ തകർത്തു. ഇസ്രയേലിനെ മൊത്തം മുടിച്ചു കളയാൻ വന്ന സംഹാര ശക്തിയെ തകർത്തു. എസ്തേറിനും മൊർദെഖായിക്കും കാര്യങ്ങളെ പിടുത്തം കിട്ടി. തൂക്കിക്കളഞ്ഞിട്ടും രാജാവിനോട് ചോദിച്ചു, രാജാവേ കാര്യങ്ങൾ. പിന്നെ നിയമം എഴുതി. ഞാൻ ചരിത്രങ്ങൾ പിന്നെ അടുക്കായിട്ട് പിന്നെ പറയാം. 12-ാം മാസം എത്തി. ഇതൊക്കെ കഴിഞ്ഞത് 1-ാം മാസം നടക്കുന്ന സംഭവമാണ്. 12-ാം മാസം എത്തി. ഇതിനോടകം നിയമമെല്ലാം എഴുതി തിരുത്തി മൊർദെഖായിയെ ഹാമാന്റെ പ്ലേസിൽ മൊർദെഖായിയെ ഏൽപ്പിച്ചു. ഹാമാന്റെ കയ്യിൽ നിന്ന മോതിരം ആർക്ക് കൊടുത്തു? മൊർദെഖായിക്ക് കൊടുത്തു. മൊർദെഖായിക്ക് ഉന്നത പദവി കിട്ടി. എല്ലാം സംഭവിച്ചു. 12-ാം മാസം എത്തി. 12-ാം മാസം എത്തിയപ്പോൾ മൊർദെഖായിയും എസ്തേറും കൂടെ പറഞ്ഞു, നിങ്ങൾ മറ്റവരെ കയ്യേറ്റം ചെയ്തോളാൻ പറഞ്ഞു. നിങ്ങൾ മറ്റവരെ കയ്യേറ്റം നിയമം തിരുത്തി എഴുതി. യഹൂദന്മാരുടെ നേരെ വരുന്നവരെ കയ്യേറ്റം ചെയ്തോളാൻ പറഞ്ഞു. ഈ അമാലിക്ക് ജാതി. ഇനി നിങ്ങൾക്ക് ഒരു സംഭവം കൂടെ കാണിക്കാം. മൊർദെഖായിയുടെ കുലം ഏതാണെന്നറിയാമോ? മൊർദെഖായിയുടെ കുലം അതൊന്ന് വായിച്ചോ, ബ്യൂട്ടിഫുള്ളാ. മൊർദെഖായിയുടെ കുലം ഏതാണ്? എല്ലാവരും നോക്കി. 2-ാം അധ്യായം 2 4 നോക്കട്ടെ. മൊർദെഖായിയുടെ കുലം പറയുന്നുണ്ട്. 4:5 നോക്കിയേ. 4:5 അല്ല, 2:5 നോക്കിയേ. 2:5 വായിച്ചോ, ആരെങ്കിലും വായിച്ചോ. ശൂഷൻ രാജധാനിയിൽ ബെന്യാമീനായ കീശിന്റെ മകനായ ശിമയുടെ മകനായ യായീരിന്റെ മകൻ മൊർദെഖായി. മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മോളാണ്. അല്ലെങ്കിൽ എസ്തേറിന്റെ ചിറ്റപ്പനാണ്. അങ്ങനെയല്ലേ? അതോ മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ എങ്ങനാ? മൊർദെഖായിയുടെ എസ്തേറിന്റെ അങ്കിളാണ്. ആരാ? എസ്തേറിന്റെ അങ്കിളാണ് മൊർദെഖായി. രണ്ടുപേരും ഒരു കുലത്തിലുള്ളതാണോ? കുലം എന്തോ പറഞ്ഞേ? ബെന്യാമീൻ ഗോത്രം. കീശിന്റെ മകൻ, ശിമയുടെ മകൻ, യായീരിന്റെ മകനായ മൊർദെഖായി. ഈ അമാലേക്കിന്റെ ജാതിയെ തുടച്ചു കളയാൻ ദൈവം ഈ കുലത്തിനായിരുന്നു ദൈവത്തിന്റെ നിയോഗം കൊടുത്തത്. ബെന്യാമീൻ ഗോത്രത്തിലെ കീശിന്റെ മകൻ ശൗലിന് കൊടുത്തതാ. ശൗൽ രാജാവിന്റെ ഗോത്രം എന്തുവായിരുന്നു? ബെന്യാമീൻ ഗോത്രം. കീശിന്റെ മകൻ. മനസ്സിലാകുന്നുണ്ടോ കാര്യമല്ല? ബെന്യാമീൻ ഗോത്രത്തിലെ കീശിന്റെ മകൻ ശൗല്. ഇപ്പൊ എത്ര നാൾ കഴിഞ്ഞു? ഇപ്പൊ ആരാ വന്നേ? ബെന്യാമീൻ ഗോത്രത്തിലെ കീശിന്റെ മകനായ ശൗല് നീ കളഞ്ഞു. അടുത്ത ജനറേഷനിൽ പോയി. അടുത്ത ട്രാക്ക് മാറി. കീശിന്റെ മകൻ ശൗലിന്റെ ട്രാക്ക് മാറി. ശിമയി, യായീര്, മൊർദെഖായി. കണ്ടോ? അയ്യായു കയറ്റി. നിങ്ങളുടെ കുടുംബത്തിന് ചിലപ്പോൾ ദേശത്ത് വ്യാപരിക്കുന്ന ചില ശക്തികളെ വെട്ടിക്കളയാൻ നിയോഗം കിട്ടും. അന്നേരം കൊള്ളയ്ക്ക് കൈ നീട്ടല്, ഉഴപ്പല്. കേട്ടോ? എസ്തേറിന്റെ കുലം ഏതാ? മൊർദെഖായിയുടെ ചിറ്റപ്പന്റെ മോളാ. കേട്ടോ? രണ്ടുപേരോട് അതാ പറഞ്ഞേ, ഇപ്പൊ നീ മിണ്ടാതിരുന്നാൽ
യഹൂദന്മാർക്ക് രക്ഷ വേറൊന്നുമില്ല, നീ നിന്റെ കുലവും. ശൗലിന് കിട്ടിയതാ, ശൗലിന്റെ മക്കൾ ഉൾപ്പെടെ മൊത്തം പട്ടുപോയി. ദൈവത്തിന്റെ പ്രവൃത്തി ചെയ്യാതെ അനുസരണക്കേട് കാണിച്ചപ്പം അവനെ അമാലിക കൊന്നുകളഞ്ഞു. അമാലിക കൊന്നുകളഞ്ഞു. ബാക്കിയുള്ള 7 മക്കളെ ദാവീദ് പിടിച്ചു കൊടുത്തോ? വല്ലതും മനസ്സിലാവുന്നുണ്ടോ? ബാക്കിയുള്ള 7 മക്കളെ ആര് പിടിച്ചു കൊടുത്തു? ദാവീദ് പിടിച്ചു കൊടുത്തു. ഞാൻ നിന്നോട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണല്ലോ. നീ നിന്റെ കുലവും നശിച്ചു പോകും. എസ്തേറിന്റെ മൊർദെഖായിക്ക് പിടുത്തം കിട്ടി. എസ്തേർ മൊർദെഖായി പറഞ്ഞു, മൊത്തം എണ്ണത്തെ, ആ കുലത്തെ മൊത്തം, ഏത് കുലത്തെ? അമാലേക്യ കുലത്തെ, ആഗാഗ്യ കുലത്തെ മൊത്തത്തിനും തുടച്ചേക്കാൻ പറഞ്ഞു. മൊത്തത്തിനും പൂരിയും ഫീസും ഒന്നും തുടച്ചു. ഹാമാന് 10 പുത്രന്മാരെ വെട്ടിക്കൊന്നു പറഞ്ഞു. അടുത്ത പിന്നെ പുത്രന്മാർ കിടക്കുക. എസ്തേർ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്നലത്തെ പോലെ ഇന്നും ഞങ്ങൾക്ക് ഒരു അവസരം തരണം. രാജാവ് പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി 75,000 പേരെ കൊന്നു, ഇനി എന്തിനാ? ഞങ്ങൾക്ക് വേണോന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? നിങ്ങൾ കേട്ടോ, അമാലിയക്കിന്റെ ഓർമ്മയെ അവിടം കൊണ്ട് തുടച്ചു കളയാനാണ്. അമാലിയക്കിന്റെ ഓർമ്മയെ അവിടം കൊണ്ട് എസ്തേർ മൊർദെഖായി കൂടെ തുടച്ചു കളയും. കിട്ടുന്നുണ്ടോ? അതിനാണ് പൂരീം ഫീസ്റ്റ് 2 ദിവസമാക്കിയത്. ഇപ്പൊ ക്ലിയർ ആയോ? പൂരീം ഫീസ്റ്റ് അതുകൊണ്ട് 2 ദിവസമാക്കിയത്. നിങ്ങളുടെ കുടുംബത്തിനെതിരെ വരുന്ന പലതിനെയും നിങ്ങൾ ഇന്ന് വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ, നിങ്ങൾ ഇന്ന് അതിനെ വേരോടെ പിടിച്ച് കളഞ്ഞില്ലെങ്കിൽ, നാളകളിൽ ഇവൻ വീണ്ടും എഴുന്നേറ്റ് വരാം. അവൻ എഴുന്നേറ്റ് വരല്ല. ഇനിയും പുതിയ നിയമത്തിലുള്ള നമ്മൾ എന്തോ പഠിക്കേണ്ടി ചെറിയൊരു കാര്യം ഇട്ടിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്രയും മനസ്സിലായോ? പുതിയ നിയമത്തിൽ ബെന്യാമീൻ ഗോത്രത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയെ കടിച്ചു കീറുന്ന ചെന്നായ ബെന്യാമീൻ ഗോത്രം എന്ന് പറഞ്ഞാൽ ആ ഗോത്രത്തിൽ ഉള്ളതാണ് പൗലോസ്. ശൗൽ. പൗലോസിന്റെ പേരെന്തുവായിരുന്നു? ശൗൽ. കർത്താവ് പറഞ്ഞു, ജാതീയ മണ്ഡലത്തിനകത്ത് വ്യാപരിക്കുന്ന ഈ ദുർശക്തികളെ, അമാലിയക്കല്ല, ഇന്ന് നമുക്ക് ജഡരക്തങ്ങളോടല്ല പോരാട്ടം. ആത്മമണ്ഡലത്തിൽ വ്യാപിക്കുന്ന ഇരുട്ടിന്റെ ശക്തിയുണ്ട്. ഈ ഇരുട്ടിന്റെ ശക്തി എല്ലാ ദേശത്തുമുണ്ട്. ബാംഗ്ലൂർ സിറ്റിയിൽ അല്ലെങ്കിൽ മാർത്തഹള്ളിയിൽ, എല്ലാ സിറ്റിയുടെ മേലെയും ഈ ശക്തിയുണ്ട്. ആ ശക്തിക്ക് 4 കിങ്ഡമുണ്ട്. 4 കിങ്ഡമുണ്ട്. വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാര ലോകത്തിന്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളിൽ വ്യാപരിക്കുന്ന ദുഷ്ടാത്മസേന, 4 കിങ്ഡമുണ്ട്. ഇവരെല്ലായിടത്തും ഇവന്റെ കിങ്ഡം ആക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ മീതെ അവന്റെ ടോപ്പ് കിങ്ഡം ഉണ്ട്. തലയെന്നാണ് വിളിക്കുന്നത്. ആ തലയാണ് യേശു കർത്താവ് കാൽവരി ക്രൂശിൽ തകർത്ത് കളഞ്ഞത്. കേൾക്കുന്നുണ്ടോ? തലയെ, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഹാമാനെ തകർത്ത് കളഞ്ഞു. പക്ഷെ വാൽ അവിടെ ഇവിടെ എല്ലാം ഉണ്ട്. 127 സംസ്ഥാനങ്ങളിലും എന്തോ കിടപ്പുണ്ട്? വാല് കിടപ്പുണ്ട്. ഇവന്റെ അണികൾ കിടപ്പുണ്ട്. അണികളെ പിടിച്ച് ഒതുക്കാൻ, വാലിനെ പിടിക്കാൻ ദൈവം ആർക്ക് അധികാരം കൊടുത്തു അറിയോ? സഭയ്ക്ക് അധികാരം കൊടുത്തു. അതത് പട്ടണങ്ങളിൽ വ്യാപരിക്കുന്ന ശക്തികളെ, ഹെഡിനെ ആര് തകർത്ത് കളഞ്ഞു? യേശു കർത്താവ് തകർത്ത് കളഞ്ഞു. വാഴ്ചകളെ, അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ച് അവയെ തകർത്ത് കളഞ്ഞ് അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. എന്നിട്ട് എസ്തേർ മൊർദെഖായി കൂടെ എടുത്തെഴുതി, തലയെ ഞങ്ങൾ തകർത്തു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഞങ്ങൾ തകർത്തു. നിങ്ങളുടെ ദേശങ്ങളിൽ കിടക്കുന്നത് അതത് ദേശങ്ങളിലുള്ള ജനം പിടിച്ചൊതുക്കിക്കോ. ഇന്ന് നമുക്ക് പുതിയ നിയമത്തെ സഭയ്ക്ക് അധികാരം തന്നേക്കുക, ദേശങ്ങളിൽ വ്യാപരിക്കുന്ന വാഴ്ചകളെ, അധികാരങ്ങളെ പിടിച്ചൊതുക്കാൻ. തലയെ ആര് തകർത്തു? യജമാനനായ നമ്മുടെ നാഥനായ കർത്താവ് തകർത്തു. എവിടെ തകർത്തു? കാൽവരിയുടെ ക്രൂശിൽ. ഇന്ന് നമുക്ക് വാഴ്ചകൾ എന്ന് പറയുന്നത് ഏതാ? താഴത്തെ കിണ്ടത്തിലുള്ളതിനെയാ. അതാ പൗലോസ് എഴുതിയേക്കുന്നത്. കേട്ടോ, മിണ്ടാതിരിക്കല്ലേ. ആത്മമണ്ഡലത്തിലുള്ള വീണുപോയ ദൂതന്മാർ, പൈശാചിക ശക്തികൾ ഇവന്റെ നിയോഗത്തിൽ ജനിച്ചു വീണ നടത്തപ്പെട്ട ജാതിയായിരുന്നു അമാലേക്ക്. അമാലേക്കിനെ ദൈവം എസ്തേറും മൊർദെഖായും കൂടെ തുടച്ചു കളഞ്ഞു. പക്ഷേ ആത്മമണ്ഡലത്തിലുള്ള ഇവന്റെ ഹെഡിനെ തുടച്ചു ദൈവം, തകർത്തു. അവനെ പരസ്യമായി കാഴ്ചമാക്കി. പക്ഷെ അവിടെ ഇവിടെയൊക്കെ അവന്റെ ഏതെങ്കിലും കുറ്റിയും വേരും ഇരിപ്പുണ്ടെങ്കിൽ, നിങ്ങളുടെ കുടുംബത്തിന് നേരെ എഴുന്നേറ്റ് തലപൊക്കി വരുന്നുണ്ടെങ്കിൽ, ഇവൻ ഒതുങ്ങി കിടക്കും. അവനെ തുടച്ചു കളയണം.
പൈശാചിക ശക്തികളോട് യാതൊരു തരത്തിലും കോംപ്രമൈസ് ചെയ്യരുത്. കുടുംബങ്ങളെ കോംപ്രമൈസ് ചെയ്യല്ലേ, ദൈവമക്കളെ കോംപ്രമൈസ് ചെയ്യല്ലേ. നീ നഖശിഖാന്തരം അശുദ്ധ ശക്തികളോട് എതിർത്ത് നിൽക്കണം. ഏത് രാത്രിയിലും ഏത് സമയത്തും നീ എതിർത്ത് നിൽക്കണം. നെവർ കോംപ്രമൈസ്, നെവർ കോംപ്രമൈസ്. നീ എതിർത്ത് നിന്നോ, നീ അത് തകർന്നിരിക്കും. സാത്താന്യ ശക്തികളോട് അതിനുവേണ്ടി നീ ദൈവകൃപ പ്രാപിക്കണം. അതിനുവേണ്ടി നീ വചനം സ്വീകരിക്കണം. ശത്രുവിനെ ജയിക്കുന്നത് എൻ്റെ മസിൽ കണ്ടോ, എൻ്റെ കോട്ട് കണ്ടോ, എൻ്റെ ഷർട്ട് കണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ പിശാച് പറയാൻ പോടാന്ന് പറയും. നീ ജയിക്കേണ്ടത് അവൻ്റെ വചനത്താലും നിന്റെ ജീവിതം ദൈവസന്നിധി സാക്ഷിയുള്ളതായിരിക്കണം, വിശുദ്ധമായിരിക്കണം. നിന്റെ ജീവിതം പരിശുദ്ധാത്മാവിന്റെ നിറവിലുള്ളതായിരിക്കണം. വചനം കൊണ്ട് നിന്റെ അകം നിറയണം കേട്ടോ. വചനം കൊണ്ട് അകം നിറയണം. ഏത് സമയത്തും. ഞാനൊരു ഉദാഹരണം കൂടെ പറയാം, ഒരു നിർത്താം. പേരും ഒന്നും ഡീറ്റെയിൽ ഞാൻ പറയാതെ, പക്ഷെ എന്നാലും കുറച്ചൊക്കെ പേര് പറയാം മനസ്സിലാകാൻ. ഒരു ദേവദാസൻ പറഞ്ഞ ഞാൻ നേരിട്ട് കേട്ടതാ, വർഷങ്ങൾക്ക് കുറേ നേരിട്ട് കേട്ടതാ. ആ ദേവദാസൻ എല്ലാ ദിവസവും താൻ കൺവെൻഷൻ പ്രാസംഗികനാ. 10-50 വർഷങ്ങളുടെ പുറകില്, 40-50 വർഷങ്ങളുടെ പുറകിലെ കൺവെൻഷൻ പ്രാസംഗികൻ അന്നത്തെ കാലത്ത്. എൻ്റെയൊക്കെ ജനനത്തിന് മുമ്പേയൊക്കെ താൻ കൺവെൻഷൻ പ്രാസംഗികൻ. ഈ കൺവെൻഷന് പോയിട്ട് വരും. തൻ്റെ കൺവെൻഷന് പോയിട്ട് വരും. തൻ്റെ ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, തൻ്റെ അമ്മയും ഉണ്ട്. അപ്പം മരിച്ചു പോയാൽ തൻ്റെ അമ്മയും ഉണ്ട്. ഇവരൊക്കെ സമുദായത്തിൽ നിന്ന് വന്നതാ, പിന്നെ വിശ്വാസത്തിൽ വരുന്നത്. ഇദ്ദേഹം പറയുക, ഞാൻ കൺവെൻഷൻ കൊണ്ട് എൻ്റെ ഒരു പഴയ ബൈക്ക് എങ്ങാണ്ടുണ്ട്, പഴയ ഒരു ബൈക്ക്. ആ ബൈക്കുമായിട്ട് ഞാൻ ആ ലൈറ്റും വെച്ചുകൊണ്ട് ചെറിയ ഓടിച്ചുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ചുറ്റുവട്ടങ്ങളിൽ കൺവെൻഷന് പോയിട്ട് താൻ വരുന്നത് പത്തനംതിട്ട തന്നെയുള്ള വീടിന് അവിടോട്ട് വരുമ്പോൾ ഭയങ്കര ഇരുട്ടാ. അപ്പം വണ്ടി അങ്ങോട്ട് വെച്ച് കഴിഞ്ഞ് കതവ് തുറക്കുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അകത്തുനിന്നൊരു വിളി കേൾക്കാം. തൻ്റെ ഭാര്യയും മക്കളും ഉറങ്ങി. അകത്തുനിന്നൊരു വിളി കേൾക്കാം. അമ്മയുടെ വിളിയാ. അമ്മ പ്രായമുള്ളതാ. അമ്മയുടെ വിളിയാ. മോനെ, പാപ്പച്ചാന്ന് വിളിക്കുന്നത്. പാപ്പച്ചാ നീ വന്നോ? വീട്ടിൽ വിളിക്കുന്നവർ പാപ്പച്ചാ നീ വന്നോ? ആ, ഞാൻ ഉറങ്ങിയിട്ടില്ല, നീ വരാതെ എനിക്ക് ഉറക്കം വരത്തില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അമ്മ അത് കഴിഞ്ഞിട്ട് ചോറെടുത്ത് അവിടെ വെച്ചിട്ടുണ്ടേ, അത് കഴിഞ്ഞിട്ട് നീ കഴിച്ചിട്ടേ കിടക്കും, ഞാൻ ഇനി കിടക്കുവാണെന്ന്. ഇങ്ങനെ സ്ഥിരം പുള്ളി എവിടെ കൺവെൻഷന് പോയിട്ട് വന്നാലും രാത്രി അമ്മ ഉറങ്ങാതെ കാത്തിരിക്കും. എത്ര പാരാത്രിക്ക് വരും. അമ്മയ്ക്ക് അങ്ങ് പ്രായമാണ്. ഒരു ദിവസം പുള്ളി കൺവെൻഷൻ കഴിഞ്ഞ് എവിടെയോ പോയിട്ട് തിരിച്ചു വരുമ്പോൾ കൂടത്തി രാത്രി വണ്ടി വന്ന് നിർത്തി വീട്ടിലോട്ട് അമ്മയുടെ വിളി, ഒരു ബലഹീനമായ വിളി. മോനെ, എനിക്ക് വയ്യ കേട്ടോ, ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടേ, നീ കഴിച്ചിട്ട് കിടന്നു, ഞാൻ അങ്ങ് കിടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിടന്നു. പുള്ളി കുളിച്ചു, ഫുഡ് കഴിച്ചു, എല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പുള്ളി കിടക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ചിട്ട് അങ്ങോട്ട് കിടക്കാൻ അങ്ങോട്ട് തുടങ്ങുകയും ഒറ്റ വിളി കേൾക്കാം. കണ്ണങ്ങോട്ട് പകുതി അടഞ്ഞതേ ഉള്ളൂ. ഒരു വിളി കേൾക്കാം, പാപ്പച്ചോന്നൊരു വിളി കേൾക്കാം. പുള്ളി പെട്ടെന്ന് ലൈറ്റ് ഇട്ടിട്ട് പുള്ളിയുടെ മുറിക്കകത്ത് വെളിയിലോട്ട് വന്നപ്പം അമ്മയുടെ മുറി തുറന്നു കിടക്കുന്നു. പുള്ളി ഫ്രണ്ടിലോട്ട് നോക്കിയാൽ ഫ്രണ്ടിലെ ഡോറ് തുറന്നു കിടക്കുന്നു. ലൈറ്റ് ഇട്ടിട്ടില്ല, ഫ്രണ്ടിലെ ഡോറും തുറന്നു കിടക്കുന്നു. പുള്ളിയുടെ വീടിന്റെ തൊട്ട് മുമ്പിൽ അന്നത്തെ കാലത്ത് ഒരു കിണറുണ്ട്. കിണറിന് സൈഡൊന്നും കെട്ടിത്തിരിക്കാത്ത അതിനെ പറയുന്നത്, സൈഡ് കെട്ടാത്ത കിണറാ. അതിനെന്തു പറയുന്നത്, അതിന്റെ സൈഡൊന്നും കെട്ടാത്ത എന്ന് വെച്ചാൽ കിണറാ. ആരും കണ്ടില്ലെങ്കിൽ സൈഡൊന്നും കെട്ടി മറിച്ചിട്ടില്ല. ചുമ്മാ പലക വെച്ചൊക്കെ വെള്ളം കോരാൻ, അത്രേ ഉള്ളൂ. പലക വെച്ചൊക്കെ വെള്ളം കോരാൻ ഒക്കെ. അവിടെ വലിയൊരു കിണറുണ്ട്. ആ കിണർ അതിന്റെ തൊട്ട് വീടിന്റെ മുമ്പിലോട്ട് ഇറങ്ങി ചെന്ന് അവിടെ ഉണ്ട്. പുള്ളി പെട്ടെന്ന് വന്നപ്പം വീടിന്റെ ഫ്രണ്ട് തുറന്നു കിടക്കുന്നു, അമ്മയുടെ മുറി തുറന്നു കിടക്കുന്നു. വെളിയിലത്തെ ലൈറ്റ് ഇട്ടപ്പോൾ ഒരു വലിച്ചൽ കേൾക്കാം, ഞരക്കം കേൾക്കാം. പുള്ളി ഓടിച്ചെന്നപ്പോൾ കിണറിന്റെ മുമ്പേ 2 പടി അപ്പുറത്ത് അമ്മ കിടക്കാം. അവിടെ കിണറിനവിടെ അമ്മ ഈ രാത്രി ലൈറ്റ് ഇടാതെ എങ്ങനെ ഇറങ്ങിപ്പോയി? അമ്മയെ ആര് കൊണ്ടുപോയി? അമ്മ കിടന്ന് ശ്വാസം വലിക്കുക. പുള്ളി ഓടിച്ചെന്ന് അമ്മയുടെ തലയിലോട്ട് കൈവച്ച് ഒരു വാക്ക് പ്രാർത്ഥിച്ചു. അമ്മയെ കോരിയെടുത്തു. വൈഫെല്ലാം കൂടെ ഓടി വന്നു. കോരിയെടുത്ത് അമ്മയെ അകത്ത് കൊണ്ട് കിടത്തി. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു നേരം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് അല്പം വെള്ളം കുടിക്കാൻ കൊടുത്തു. അമ്മയുടെ ബോധം തിരിച്ചു വന്നു. വിളിച്ചു, അമ്മ എന്തോ ചെയ്തെന്ന് ചോദിച്ചു. അപ്പൊ അമ്മ പറഞ്ഞ വേർഡ് കേട്ടോണം. അമ്മ പറയുന്ന വേർഡ് ഇങ്ങനെ, മോനെ, ഞാൻ ക്ഷീണിതയായിരുന്നു, എനിക്ക് ശരീരം വയ്യ, ഞാൻ അങ്ങോട്ട് കിടന്നു കഴിഞ്ഞപ്പം ഞാൻ കാണുക മരിച്ചുപോയ നമ്മുടെ അപ്പച്ചൻ വന്ന്
എന്നെ വിളിച്ചിട്ട് പറയുക, നിന്നെ ഞാൻ ഇന്നങ്ങ് കൊണ്ടുപോകാൻ വന്നതാ, എൻ്റെ കൂടെ ഇങ്ങ് പോരാൻ പറയും. ഞാൻ നിന്നെ കൊണ്ടുപോകാൻ വന്ന എൻ്റെ കൂടെ ഇങ്ങ് പോരാൻ. അപ്പച്ചനല്ലയോ വിളിക്കുന്നത് ഓർത്തോണ്ട് ഞാൻ ഇറങ്ങി പോകുന്നു. അപ്പച്ചൻ എൻ്റെ മുന്നേ പോവാ. ഞാൻ കതവ് തുറന്നു, അപ്പച്ചൻ്റെ കൂടെ അങ്ങ് പോയി. അപ്പച്ചൻ്റെ കൂടെ അങ്ങ് പോയി, മെയിൻ കതവും തുറന്നു, ഞാൻ ഇറങ്ങി അങ്ങ് പോയി. ഇറങ്ങി അങ്ങോട്ട് ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധം വന്നത്, ഞാൻ പാപ്പച്ചനോട് പറയാതാണല്ലോ പോന്നെ, പാപ്പച്ചനോടൊന്ന് പറയാം എന്ന് പറഞ്ഞു. ഞാൻ പാപ്പച്ചോന്നൊന്ന് വിളിച്ചു. അത്രയും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അപ്പച്ചനെ പിന്നെ കാണാനില്ല. പുള്ളിക്കാരിയുടെ ബോധം കെട്ടു വീണു. അത് വന്നത് ദുരാത്മശക്തിയാ. അന്ന് രാത്രി ഈ അമ്മയെ കൊണ്ട് കെണ്ടി കൊണ്ടുപോയിട്ട് നശിപ്പിക്കാൻ, മുടിച്ചു കളയാൻ, അമ്മയുടെ ജീവനെ കൊണ്ടുപോകാൻ. അന്ന് രാത്രി ഈ ദൈവമനുഷ്യൻ അവിടോട്ടിരുന്നിട്ട് രാത്രിയിൽ അമ്മയുടെ തലയെ കൈവച്ച് പ്രാർത്ഥിച്ച് ആ ശക്തിയെ തകർത്ത് കളയാം. മരിച്ചു വന്ന വല്യപ്പനല്ല, ദുരാത്മാവാ വന്നേ. മരിച്ചു പോയവർ വരത്തില്ല, ദുരാത്മാവ് വന്ന. താൻ അന്ന് പറഞ്ഞ ഒരു ഉദാഹരണം ഇതാ, എൻ്റെ മനസ്സിൽ ഇന്നും കിടപ്പുണ്ട്. താൻ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: ഏത് സമയത്തും നീ ആത്മാവിൽ റെഡി ആയിരിക്കണം. ഏത് സമയത്തും. എനിക്കിപ്പം കൺവെൻഷൻ അല്ലല്ലോ, സ്റ്റേജ് ഇല്ലല്ലോ, ഇപ്പം വീട്ടിലാണല്ലോ, ഒറ്റയ്ക്കാണല്ലോ. അതുകൊണ്ട് ഇപ്പം ഏത് സമയത്തും ദൈവമക്കൾ റെഡി ആയിരിക്കണം. ഏത് സമയത്തും ദൈവവൈതൽ റെഡി ആയിരിക്കണം. നീ റെഡി ആയിക്കോ, നീ റെഡി ആയിക്കോ. സൺഡേ പള്ളി വരുമ്പോൾ മാത്രമല്ല റെഡി, ഏത് രാവും പകലും നീ ആത്മാവിൽ റെഡി ആയിക്കോ. വചനം നിന്റെ ഉള്ളിൽ കയറട്ടെ. ഞാനിന്ന് നമുക്ക് നിർത്താം. ഇന്ന് ചില സമയം കൂടുതലെടുത്തു. മോനെ മൊബൈൽ നോക്കാം, റെക്കോർഡ് മോനെ.